For the last time, ദൈവജന മാത്രം ശബ്ദത്തോടെ Thank you, Father, for this wonderful time. നന്ദി അപ്പച്ചായി നല്ല സമയത്തിനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇടപെട്ടനായി നന്ദി പറയുന്നു. തന്ന പ്രവചനത്തിനായി നന്ദി അപ്പാ. ഇനി ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കണേ. ഇതിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ നടക്കട്ടെ. വന്നതുപോലെയല്ല തിരിച്ചിറങ്ങുന്നത്, എന്തെങ്കിലും പ്രാപിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ചരിത്രത്തെ മാറ്റി എഴുതുന്നത് പോലെ അഭിഷേകത്തെ ഇതിന്റെ ഉള്ളിലോട്ട് നീ മാറ്റണേ. പരിശുദ്ധാത്മാവേ, ഒരു മനുഷ്യനല്ല ഇതിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയല്ല ഇതിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവേ, നീ ഇതിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യണം. അപ്പൊ we are giving all control in your hand. നിന്റെ കരുത്തിലോട്ട് എല്ലാ കൺട്രോളിലും ഞങ്ങൾ തരുന്നു. നീ ഇതിന്റെ ഉള്ളിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ആലയം നടക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന പോലെ ആലയത്തിന്റെ ഉള്ളിൽ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പാ, I know ഇതിന്റെ the climate is going to change for us right now. ഇതിന്റെ അന്തരീക്ഷം ഇതിന്റെ ഉള്ളിൽ മാറാൻ പോകുന്നു. ഞാൻ അതിനെ കാണുന്നു. അടുത്ത നിമിഷങ്ങൾ ഇതിന്റെ ഉള്ളിൽ ശക്തമായിട്ട് ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ പോവുക. എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങൾ റിസീവ് ചെയ്യുമെന്ന്. എന്നാൽ ഇതിന്റെ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ശക്തമായിട്ട് മാറ്റിയെഴുതാൻ പോവുക. അപ്പൊ ദൈവദാസന് അത്രയും ബലവും ശക്തി നീ കൊടുക്കണോ. I know you wanted to tell something. എന്തോ പറയാനായിട്ടുണ്ട്. അതിനെ ദൈവദാസന്റെ മൂലകമായിട്ട് ഇതിന്റെ ഉള്ളിൽ നീ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റിയെഴുതണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, എല്ലാം നിന്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ വന്ദനത്തെ അറിയിക്കുകയാണ്. I heartily welcome whoever have came here right now. ഇന്ന് നമ്മൾ 3 ദിവസം മൂന്നാമത്തെ ദിവസത്തിന്റെ ലാസ്റ്റ് സെക്ഷനാണെന്ന്. This is our last section of this third day. കഴിഞ്ഞ സെക്ഷനിലെല്ലാം അതിശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Upcoming days the presence was Almighty God was using much more than we imagined. ഇന്നലെ രാത്രിയിലൊക്കെ 10:30 മണി കഴിഞ്ഞ് വിടുന്ന് എല്ലാവരും പിരിയുമ്പോൾ, so yesterday night 10:30 it became when everyone spread out from here. അതുപോലെ ആ ഹോളി സ്പിരിറ്റിന്റെ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. The Holy Spirit is working so much right now here. കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. In this generation God is using much more than we imagine. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. God wanted you guys. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. God wanted you guys പട്ടണത്തെ പിടിക്കുവാൻ, to capture the city, ഇന്ത്യയെ പിടിക്കുവാൻ, to capture India. എൻ്റെ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. Our God wanted you guys. ആഗ്രഹത്തോടു കൂടെ ഇരിക്കുന്നു, അത്രത്തോളം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ. If you are willing to have something, God is going to give you something for you. ആമേൻ. ഒന്നിനായോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ, ഒന്നിനായോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. സഹോദര തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ സന്തോഷ്, The man who I love has my brother. എനിക്ക് ഒത്തിരി നാളായിട്ട് പരിചയമൊന്നുമില്ല. I don't have a big long relationship with him. ഇവിടെ ടെന്റ് റിവൈവലിനെ കടന്നു വന്ന When he came for tent revival, അന്നുള്ളൊരു പരിചയമാണ്. from that day we have having a really good relationship. പക്ഷെ അതൊരു നല്ലൊരു ആത്മീക ബന്ധമാക്കി തീർത്തു ദൈവം. It became a very good spiritual relationship with. ഹല്ലേലൂയ.
തന്റെ ദാസൻ കഴിയുന്ന ആളുകളെ കുടുംബമായിട്ട് ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. Few days he was there with his family with us. എനിക്കും ഹല്ലേലൂയ അവരുടെ ഭവനത്തിൽ പോകുവാൻ ദൈവം കൃപ നൽകി. God led me to be in his house for few days. അതുപോലെ ഒരു ആത്മീക ബന്ധമായ യേശുവിന്റെ നാമത്തിൽ കർത്തദാസനെ ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. We church welcome you pastor. അരുണൻകുട്ടി പാസ്റ്റർ എന്ന തമിഴിലേക്ക് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. So Narayankutti pastor will be translating it to Tamil. കരങ്ങൾ തട്ടി. We can ask clap hands. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. இந்த நல்ல ராத்திரி வேளைக்காய் நான் கர்த்தரை ஸ்தோத்திரிக்கிறேன். സഹോദര തുല്യം സ്നേഹിക്കുന്ന சகோதரருக்கு சமானமாய் நேசிக்கிறேன். കർത്താവിന്റെ ദാസൻ ഷിജു പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. கர்த்தருடைய ஊழியக்காரன் சிஜு பாஸ்டர்க்காய் ஸ்தோத்திரம். പ്രിയ ടോം ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ ടോം ബ്രദർക്കായി സ്തോത്രം. നാരായണൻകുട്ടി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വന്നിരിക്കുന്ന എല്ലാവർക്കായും ഞാൻ കർത്തരെ സ്തോത്രിக்கிறேன். ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. கிறிஸ்து இயேசுக்குள்ளாக உங்களை வாழ்த்துகிறேன். എത്ര പേര് സന്തോഷത്തോടെ எவ்வளவு பேர் சந்தோஷமா இருக்கிறீங்க? കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. கர்த்தர் உங்களை எல்லாவரையும் ஆசீர்வதிப்பாராக. കഴിഞ്ഞ പകലിൽ അസാധാരണമായ ദൈവമഹത്വം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. കാലവേളയിലെ പകൽ വേള മീറ്റിംഗിലെ കർത്തരുടെ ഭയങ്കരமான ക്രിയകൾ നമ്മുടെ മധ്യത്തിലെ വെളിപ്പെട്ടത്. ഇന്ന് രാത്രിയിലും കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. ഇന്നേക്ക് രാത്രിയിലെയും കർത്തരുടെ ക്രിയകൾ വെളിപ്പെടും. ഈ മീറ്റിംഗിനെ കുറിച്ചുള്ള കർത്താവിന്റെ ദാസന്റെ ഉള്ളിലെ ദൈവിക ദർശനം എന്താണെന്ന് എനിക്കറിയാം. ആമേൻ. இந்த கூட்டத்துக்காக கர்த்தருடைய ஊழியக்காரனுடைய உள்ளத்திலே ஆண்டவர் கொடுத்த தரிசனம் என்னன்னு தெரியும். ആ ദർശനത്തോട് ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ആ ദർശനത്തോട് ചേർത്ത് കർത്താവ് നിർത്തിയിരിക്കുകയാണ്. அந்த தரிசனத்தோடு இணைந்து ஜெபிக்க உபவசிக்க கூட்டத்திலே கலந்து கொள்ள வந்திருக்கிற உங்களை எல்லாவரையும் வாழ்த்துகிறேன். അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ആ ദർശനത്തോട് ബന്ധപ്പെട്ട് ദൈവം അയക്കുന്ന വിടുതലിന് നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാകാൻ പോകുകയാണ്. ആമേൻ. அந்த தரிசனத்தோடு கூட அவன் ஆண்டவர் கொடுக்கிறதான அந்த விடுதலைக்காக நீங்க சாட்சிகளா இருப்பீர்கள். അന്യഭാഷയിലെ നാമ ജപത്തോടെ ഇരുപ്പോം. നിങ്ങളുടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തി കർത്തർക്ക് സ്തോത്രം பண்ணுங்க. നമ്മളെ മറന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം എല്ലാവറ്റെയും സൂழ்நிலைகளை മറന്ന് കർത്തരുടെ സന്നിധാനത്തിൽ സാന്നിധ്യത്തിന്റെ അകത്തിരിക്കുവാൻ, ദൈവപ്രസന്നത്തുക്കുള്ള ഇരിക്ക, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ, നമ്മ ഐമ്പുയങ്ങളും ദൈവസമൂഹത്തിൽ ഒപ്പുകൊടുക്കും. ഏകാഗ്രതമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. ആമേൻ. നമ്മുടെ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസമൂഹത്തിൽ പല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുമ്പോൾ, അനേക വിധமான ചിന്തകളിനാലെ നമ്മുടെ ഹൃദയം നിറമ്പിയിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ആയിരിക്കുമ്പോൾ, ദേവനുടെ ആവിയാണവർക്ക് ക്രിയ ചെയ്യാതെ പഠിക്ക് നമ്മുടെ മനസ്സ് ചിന്തകൾ നിറമ്പിയിരിക്കുമ്പോൾ, ഈ രാത്രിയിൽ ഒരു കാര്യം ആഗ്രഹിക്കുക, കർത്താവേ അങ്ങ് മാത്രം അനുഭവിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം മാത്രം അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ. ഒരേ ഒരു കാര്യം മാത്രം നാം ചിന്തനയിലെ കൊള്ള വേണ്ടും. ആണ്ടവരെ ഉമ്മയെ മാത്രം ദർശിക്ക, ഉമ്മയുടെ പ്രസന്നത്തെ അനുഭവിക്ക മാത്രം എനിക്ക് കൃപ താങ്ങേന്ന് ചൊല്ലി ജപം பண்ணுங்க. ഒരു വലിയ ഉണർവ് നടക്കുന്ന പട്ടണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു പെരിയ എഴുപ്പുതൽ നടക്കുന്നതാണ് പട്ടണത്തുക്കുള്ള നാം ഇരിக்கிறோம். ഒരു വലിയ ഉണർവിനകത്ത് നിൽക്കുന്ന ഈ പട്ടണത്തിൽ ഒത്തിരി അഭിഷക്തന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ജനത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം. അവൻ ரொம்ப எழுப்புதல் நடக்கிற ஒரு பட்டணத்துக்குள்ள அநேக ஊழியக்காரர்கள் எழுப்புதலுக்காக ஜெபிக்கிற ஊழியம் செய்யற பட்டணத்துல நிக்கிறோம். പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുകയാണ്. കർത്തർ சொல்லுகிறார், திறக்கப்பட்ட வானத்துக்கு கீழே നമ്മൾ എല്ലാവരും சேர்ந்து വന്നിരിக்கிறோം. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ചെയ്യുന്ന ദൈവിക വിടുതലുകളെ അനുഭവിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ മനസ്സ് നല്ല നിലത്ത് വീണ വിത്തുകൾ
പൊങ്ങി വന്നതുപോലെ വളരുവാൻ തക്കവണ്ണം ഒരു നല്ല നിലമായി മാറ്റപ്പെടട്ടെ. நம்முடைய இருதயங்கள் நல்ல நிலத்தில் விதைக்கப்படுகிற வித்து ஆமென் அது உட்கொள்ளுகிறது போல நல்ல இருதயங்களை நல்ல நிலமாய் நம்முடைய இருதயங்கள் மாற்றப்படுவதாக. വചനം കേൾക്കുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം ആത്മാവിനാൽ സജ്ജമാകട്ടെ. നമ്മുടെ വചനങ്ങളെ കേൾക്കും பொழுது அது நம்முடைய இருதயத்திலே உட்கொள்ளும்படியா ஏற்றுக்கொள்ளத்தக்கதாக நம்முடைய இருதயங்கள் மாறட்டும். അതുകൊണ്ട് ഒരിക്കൽ കൂടെ അന്യഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ மறுபடியும் நாம கர்த்தருடைய சமூகத்திலே அந்நிய பாஷையில ஜெபிப்போம். നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ நீங்க அந்நிய பாஷை பேசும்போது അവൻ നിങ്ങൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. நீங்க மனுஷரோட தேவனோட பேசுகிறீர்கள். മനുഷ്യരോടുള്ള സംസാരം സ്റ്റോപ്പായി. ஆமென். மனுஷனோடு பேசுகிற அந்த பேச்சுகள் எல்லாம் நின்று போனது. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. நீங்க தேவனோட பேசுகிற நேரம் ദൈവത്തോട് സംസാരിക്കുമ്പോൾ தேவனோட பேசும்போது ദൈവം നിങ്ങളോടും സംസാരിക്കും. தேவன் உங்களோடு பேசுவார். ആമേൻ. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ அந்நிய பாஷையில பேசும்போது നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിപ്പെടുവാൻ തുടങ്ങും. உங்களுடைய உள்ளான மனுஷன் ஆவியில பலன் கொள்ளுகிறது. അകത്ത് ശക്തി വ്യാപരിച്ചാൽ ஆமென். உள்ள பலன் வரும்போது പുറത്തുള്ള കല്ലറകൾ തുറക്കാൻ തുടങ്ങും. ஆமென். வெளியில இருக்கிறதான கல்லறைகளுக்கு திறக்கப்படும். അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ. அதனால உங்களுடைய உள்ளான மனிதன் பலப்படட்டும். അന്യഭാഷകൾ സംസാരിക്കുക. அந்நிய பாஷையில பேசுங்க. അന്യഭാഷകൾ സംസാരിക്കുക. அந்நிய பாஷை பேசுங்க. എല്ലാ കണ്ണുകളും അടയട്ടെ. எல்லா കണ്ണുകളും മൂടണം. അന്യഭാഷകൾ മാത്രം സംസാരിക്കുക. அந்நிய பாஷையில மாத்திரம் பேசிக்கொண்டு അന്യഭാഷ സംസാരിക്കാൻ വരം ലഭിക്കപ്പെടാത്തവർ, அந்நிய பாஷை கிடைக்காதவர்கள் ഇന്ന് രാത്രി ആഗ്രഹിക്കുക. இந்த ராத்திரியிலே ஆமென் அதுக்காக வாஞ்சை உள்ளவர்களாயிருங்க. പരിശുദ്ധാത്മാവേ എന്റെ മേൽ ഇറങ്ങണമേ. பரிசுத்த ஆவியானவரே என் மேல வர வேண்டும். അന്യഭാഷയാൽ എന്നെ നിറയ്ക്കണമേ. அந்நிய பாஷையினால் என்னை நிரப்புங்க. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. அபிஷேகத்தால் என்னை ഒരു நிரப்புங்க. ദാഹം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകട്ടെ. நமக்குள்ள ஒரு தாகம் உண்டாகட்டும். ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. இதுக்குள்ளே நாம ஜெபம் பண்ணி അടുത്ത ஆரம்பிப்போம். സെക്കൻഡുകൾ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തികളിനകത്ത് വെളിപ്പെടും. ஆமென். வரும் வினாடிகளிலே தேவனுடைய கிரியைகள் வெளிப்படும். ശക്തമായ ദൈവപ്രവൃത്തിനകത്ത് വെളിപ്പെടും. பயங்கரமான தேவனுடைய கிரியைகள் வெளிப்படும். അഭിഷേകത്തിന്റെ ആമേൻ സ്തോത്രം ഒരു വലിയ നിറവ് ഇതിനകത്ത് വെളിപ്പെടും. அபிஷேகத்தினுடைய ஒரு பெரிய வல்லமை இந்த இடத்துல வெளிப்படும். ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയും. இதுவரைக்கும் பெற்றுக்கொள்ளாத தேவனுடைய கிருபை உங்கள் மேல வரும். അന്യഭാഷകൾ പ്രാപിച്ചിട്ടില്ലാത്തവർ അന്യഭാഷകൾ പ്രാപിക്കും. அந்நிய பாஷை கிடைக்காதவங்க அந்நிய பாஷை கிடைக்கும். ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, கர்த்தருடைய வசனம் சொல்லுகிறது, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. தன்னோடு தன்னிடத்தில் கேட்டுக்கொள்வதற்கு பரிசுத்த ஆவி எவ்வளவாய் கொடுப்பார். അന്യഭാഷ പ്രാപിക്കുവാൻ ദാഹമുള്ളവർ അതിനുവേണ്ടി റെഡിയായി നിൽക്കുക. அந்நிய பாஷை கிடைக்க வேண்டும் என்று தாகமா உள்ளவங்க அதுக்காக ஆயத்தமாய் ആത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി പോകുകയാണ്. ஆவியானவர் உங்களை நிரப்ப போகிறார். ആ കരം അടിച്ചൊക്കെ ദൈവത്തിന് നന്ദി പറയുക. கரங்களை தட்டி கர்த்தருடைய நாமத்தை மகிமைப்படுத்துவோம். നിങ്ങളെ തന്നെ മറന്ന് ആമേൻ ദൈവത്തെ ആരാധിക്കുക. ஆமென். எல்லாம் மறந்து ஆண்டவரை ஆராதனை பண்ணுங்க. ഇതുപോലൊരു പ്രാർത്ഥനയ്ക്കകത്ത് ஆமென். இந்த ஜெபிக்கிற நேரம் ആമേൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. ஆமென். பரிசுத்த ஆவியானவர் அவர் மேல் வந்தது. അന്യഭാഷയെ കളിയാക്കിക്കൊണ്ടിരുന്ന அந்நிய பாஷையை கேவலப்படுத்திக் கொண்டிருந்த അവൻ എന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ அவர் மேலே ஆவியானவர் வந்தபோது എന്റെ നാവുകൾ അന്യഭാഷകൾ പറയാൻ തുടങ്ങി. நாவினாலே அந்நிய பாஷையில பேச ஆரம்பிச்சார். അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, அப்படியானால் இன்னைக்கு ராத்திரி நம்புகிறேன், പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, பரிசுத்த ஆவியை பெற்றுக்கொள்ள ஆசைப்படுகிறேன். നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, உங்களுக்கு தாகம் இருப்பால், നിങ്ങളത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, நீங்கள் அதை பெற்றுக்கொள்ள ஆயத்தமா இருந்தால், മറ്റാരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും, ஆமென், நீங்க வேற யாரும் சுதிக்கல, വേറെ ആരും കൈയടിച്ചില്ലെങ്കിലും, வேற யாரும் கை தட்டலனாலும் ഇന്ന് രാത്രി നിന്റെ അകത്തൊരു ദാഹമുണ്ടാകട്ടെ. உங்க உள்ளத்துக்குள்ள ஒரு தாகம் உண்டாகட்டும். ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ தூதன் இறங்கி குளம் கலக்கும் போது ആദ്യം ചാടുന്നവൻ സൗഖ്യമാകുന്നത് പോലെ அந்த குளத்துக்குள்ள முதலாவது விழுகிறவன் ആത്മചലനം ഇതിനെ തുടങ്ങിക്കഴിഞ്ഞാൽ ஆவியானவர் ചലിച്ചു கொண்டிருக்கிறார். ആര് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ஆறு ஜெபிக்கிறான், ആര് കൈയടിക്കുമെന്നുള്ളതല്ല, ஆறு கையடிக்கிறேன், ഈ രാത്രിയിൽ ആദ്യം ചാടാൻ മനസ്സുള്ളവനെ പോലെ யாருக்காவது முதலாவது ഒരു குடிக்க ദാഹമുള്ളവനായി ഇരുന്നാൽ தாகமுள்ளவனா இருந்தால் ദൈവം നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കും. தேவன் உன்னை ஆசீர்வாதத்தால் നിന്നെ ദൈവ കൃപാവരത്താൽ നിറയ്ക്കും. கிருபாவரங்களால் நிரப்புவார். ദൈവം നിന്നെ അഭിഷേകത്തിന് അടുത്ത തലത്തിലേക്ക് കയറ്റും. அபிஷேகத்தினால் உன்னை நிரப்புவார். വിശ്വസിക്കുന്നവർ കരമടിച്ച് യേശുവിനെ നന്ദി പറയുക. நம்பிக்கை உள்ளவர் கரங்களை தட்டி கர்த்தருடைய நாமத்தை ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. தேவனை துதி பண்ணுங்க. ரபா ரகதா ரபா லோரயால ரபா லகதுட ரபா. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്താണോ അവൻ സംസാരിക്കണമെന്ന് തോന്നുന്നത്, உங்களுக்கு உள்ளத்துல என்ன பேச வேண்டும் என்று நிரூபிக்கிறீங்களோ അത് ദൈവം നിങ്ങൾക്ക് തരുന്ന സംസാരമാണ്. அது ஆண்டவர் உங்களுக்கு கொடுக்க போகிற வார்த்தை. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പറയുന്നത് പറയാൻ നിങ്ങളുടെ നാവുകളെ വിട്ടുകൊടുക്കണം. ஆமென். அதனால உங்க உள்ளத்துல ஆண்டவர் சொல்லுகிறதை நீங்க சொல்ல உங்க நாவு விட்டு கொடுங்க. നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം. உங்களுடைய
உங்களுடைய சரீரமானது என்ன செய்ய விரும்புகிறதோ அதுக்கு விட்டு கொடுங்க. അതിന് നിങ്ങൾ ലജ്ജിക്കണ്ട. அதுக்கு நீங்க வெட்கப்பட வேண்டாம். ആമേൻ. ഒന്ന് എഴുന്നേൽക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ നൽകുന്നെങ്കിൽ നിങ്ങൾ ചാടി എഴുന്നേൽക്കണം. நீங்க உட்கார்ந்த இடத்துல இருந்து எழும்ப வேண்டும் என்று உங்களுக்கு வாஞ்சையா இருந்தா நீங்க எழுந்து இருக்கலாம். കൈ അടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൈ അടിക്കണം. உங்களுக்கு കൈ അടിக்க வேண்டும் என்று உங்களுக்கு ആമേൻ വന്നാൽ நீங்க കൈ അടിக்கலாம். ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ അത് നിങ്ങളുടെ ചിന്തയല്ല, അത് ദൈവത്തിന്റെ ചിന്തയാണ്. இதுக்குள்ள நீங்க என்ன செய்யணும்னு விரும்புறீங்களோ அது உங்களுடைய சிந்தனை அல்ல, அது ஆண்டவருடைய சிந்தனை. ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിട്ടുകൊടുത്താൽ ആ ചിന്തയ്ക്കുള്ളാக உங்க மனசை நீங்க விட்டு கொடுக்க வேண்டும். നിങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. உங்களை பரிசுத்த ஆவியானவர் ஏற்றுக்கொள்வார். നിങ്ങളുടെ നാവിനെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യും. உங்களுடைய நாவை பரிசுத்த ஆவியானவர் கண்ட்ரோல் பண்ணுவார். നിങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യും. உங்களுடைய உடலை பரிசுத்த ஆவியானவர் கண்ட்ரோல் பண்ணுவார். നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യും. ശരീര അവയവങ്ങളെ പരിശുദ്ധ ആവിയാനവർ കൺട്രോൾ பண்ணுவார். അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറയാം, പരിശുദ്ധ ആവിയാനവരെ പെറ്റുകൊള്ള നിങ്ങൾക്കൊരു ദാഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദാഹം ഉണ്ടായിനാൽ ആമേ, കപ്പിലിരിക്കുന്ന വെള്ളമെടുത്ത് കുടിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് തയ്യാറാകുന്നത് പോലെ, ഒരു കപ്പുക്കുള്ള இருக்கிற തണ്ണി കുടിക്കാൻ ഉങ്ങളുടെ മനസ്സ് ആയത്തമായി இருக்கிறது പോലെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക. ആവിയാനവർ பேசுகிறது செய்யும்படியாக நீங்க தயாராக வேண்டும். നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ അത് செய்ய ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ ആവിയാനവർ உங்களுக்கு உதவி செய்வார். പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. പരിശുദ്ധ ആവിയാനവർ ഉങ്ങളെ തൊടുവാർ. നിങ്ങളുടെ നാവുകൾ അന്യഭാഷകൾ പറയുവാൻ ദൈവം തന്റെ കൃപ കൊണ്ട് നിറയ്ക്കും. ഉங்களுடைய നാവിലെ പരിശുദ്ധ ആവിയാനവർ ആമേൻ അന്യഭാഷ ചൊല്ലുമ്പടി നിറപ്പുവാർ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദേവരുടെ വചനം ചൊല്ലുகிறது, ആമേൻ, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ ഒരു മനപ്പെട്ട് ജപിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവർ ഇരുന്ന ആമേൻ அந்த இடம் அசைந்தது. ആമേൻ. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ വ്യാപരിച്ചു. പരിശുദ്ധ ആവിയാനവർ എല്ലാവരുടെ മേലെ വന്നത്. അവിടെ നാവിലൂടെ അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങി. അവരുടെ നാവിനാൽ അന്യഭാഷ പേശ ആരംഭിച്ചത്. ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങിയാൽ, ഇന്ന് രാത്രിയിൽ ആവിയാനവർ വന്നാൽ ഇതിനകത്ത് ചില ചലനങ്ങൾ സംഭവിക്കും. இந்த ராத்திரியில ചില ചലനങ്ങൾ നടக்கிறது. ആ ചലനം ദൈവത്തിന്റെ ചലനമാണ്. அந்த ഉണർവ്, அந்த எழுப்புதல் ஆவியானவருடையது. നീ ഇരിക്കുന്ന സ്ഥലത്തെ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ നീ ഇരിക്കുന്ന இடத்துல ഒരു അസൈവ് ഉണ്ടാക്കാൻ ആண்டവരാൽ முடியும். നിന്റെ ശരീരത്തെ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഉങ്ങളുടെ ഉടലെ അസൈക്കാൻ ആண்டവരാൽ முடியும். അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ എന്തു സംഭവിക്കുന്നു എന്ന് നീ ചിന്തിക്കണ്ട. ഇങ്ങ എന്നെ നടക്കുന്നതെന്ന് ചിന്തിക്കപ്പെട ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. ആവിയാനവർ വരുമ്പോൾ എന്നെ വേണാലും നടக்கலாம். അത് ഇന്ന് രാത്രി എന്റെ മേൽ വന്നാൽ ഞാൻ ദൈവത്തെ അനുവദിക്കുന്നു എന്ന് പറയാൻ നമുക്കറിയണം. അവൻ പരിശുദ്ധ ആവിയാനവർ നമ്മുടെ വരുമ്പോൾ എന്നെ ചെയ്യ വേണ്ടുമോ ആവിയാനവരെ എന്നെ വിട്ടുകൊടുக்கிறேன்னு சொல்லுங்க. ഞാൻ എന്നെ അതിനുവേണ്ടി ഏൽപ്പിക്കുന്ന കർത്താവേ എന്ന് പറയണം. അതുക്കാக ഒപ്പ് കൊടുக்கிறேன்னு சொல்லுங்க. അങ്ങനെ സമർപ്പിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒപ്പ് കൊടുக்கிற കരം ഉയർത്തി കർത്താവിന് സ്തോത്രം பண்ணுங்க. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധ ആവിയാനവർ சொல்லுகிறார், അഭിഷേകത്തിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഇതിനെ നടക്കും. അഭിഷേകത്തിനുடைய ഒരു ആമേൻ നിറവിന്റെ അടുത്ത് വരും. അഭിഷേകം ചലിച്ചാൽ നിന്റെ സാഹചര്യങ്ങൾ മാറും. അഭിഷേകം വരുമ്പോൾ ഇവിടെ സൂழ்நிலைകൾ മാറും. പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ മേൽ ശക്തി ഉണ്ടാകും. ആമേൻ. പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ உங்களுக்கு ബലൻ വരും. പരിശുദ്ധാത്മാവ് വന്നാൽ ചങ്ങലകൾ അടിയും. ആമേൻ. പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ കട്ടുകൾ ഉടയും. പരിശുദ്ധാത്മാവ് വന്നാൽ സകല ശബ്ദത്തിനകത്ത് നിന്നെ നടത്തും. ആമേൻ. സ്തോത്ര. പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ എല്ലാ പകുതിയും നിറപ്പുവാർ. പരിശുദ്ധാത്മാവ് വന്നാൽ ആമേ കല്ലറകൾ തുറക്കപ്പെടും. പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ കല്ലറകൾ തുറക്കപ്പെടുകയും ഏത് ആമേൻ അധികാരത്തിന്റെ ആമേൻ സ്തോത്രം ആമേൻ സീലുകളും പൊളിയും. ആമേൻ. എന്ത് അധികാരത്തിലായിരുന്നാലും അത് മുദ്ര ഉടയപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുക. അതിനാൽ പരിശുദ്ധ ആവിയാനവരോട് അധികമായി ദാഹം കൊള്ളുക. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. കരമുയർത്തി കർത്താവിന് സ്തോത്രം பண்ணுங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെ ശുശ്രൂഷിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉங்களுக்காக ஊழியம் செய்யற ரொம்ப சந்தோஷமா இருக்கு. പ്രാരംഭ സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചത്, ആമേൻ, കാലയിലെ ആവിയാനവർ പേசுனது ആമേൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധ ആവിയെ കുറിച്ച് ഞാനത് പറയാൻ ആമേൻ വന്നതല്ല. അത് ചൊല്ലതുക്കാக வரல. പക്ഷേ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. ആന പരിശുദ്ധ ആവിക്കാக தாகமா இருக்கிறது. ആമേൻ. നിങ്ങളുടെ ദാഹമാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഉങ്ങളുടെ ദാഹം தான் എங்களால അത് சொல்ல വെച്ചது. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇന്നേക്ക് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഉങ്ങളോട് പേശ വിരുമ്പുகிறது ദൈവത്തിന്റെ വചനത്തിലേക്ക് പോവുകയാണ്. ദേവനുടെ വചനത്തുക്കാக കടന്നു പോകും. കഴിഞ്ഞ പകലിൽ നമ്മൾ വായിച്ചു, കടന്ന പകലിലെ വാസിച്ചു, യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് 2 ശിഷ്യന്മാർ പുറപ്പെട്ടു. യെരൂശലേമിൽ നിന്ന് എമ്മൂസുക്കാக 2 ശിഷ്യர்கள் പുറപ്പെട്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ്, ഇനി ഒരുപോതും തിരുമ്പി വരമാട്ടേൻ എന്ന് ചൊല്ലി മുമ്പോട്ട് യാത്ര ചെയ്തവരെ അവർ മുന്നാലെ നടന്നു പോയിക്കൊണ്ടിരുന്നു. കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. അവനെ കർത്തർ തിരുപ്പി കൊണ്ടുവന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട്
പറയുന്നു, பரிசுத்த ஆவியானவர் சொல்லுகிறார், ചിലരുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്ന രാത്രിയാണ്. அநேகருடைய வாழ்க்கை திருப்பமுனை வரப்போகிறது. ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, இந்த സഭയോட பரிசுத்த ஆவியானவர் ഒരു തിരിച്ചുവരവ് ഈ സഭയുടെ മേൽ സംഭവിക്കുകയാണ്. ஒரு திரும்பி வருகிறது போல வரப்போகிறது. അവൻ ചിലരൊക്കെ ആത്മാവ് പ്രവചിക്കുന്നു, ചിലരോட பரிசுத்த ஆவியானவர் தீர்க்கதரிசனம், ഒരു തിരിച്ചുവരവ് നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുകയാണ്. திரும்பி வருகிற அனுபவம் வரப்போகிறது. നിന്റെ ഫിനാൻഷ്യൽ ഒരു തിരിച്ചുവരവ് സംഭവിക്കാൻ പോകുന്നു. உங்களுடைய பண விஷயத்தில் திரும்பி வரும். നിന്റെ ആത്മീയത്തിനകത്ത് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ പോകുന്നു. ஆவிக்குரிய வாழ்க்கையில் ஒரு திரும்பி வருகிறது. ചിലരൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുന്നു, பரிசுத்த ஆவியானவர் ഈ தீர்க்கதரிசனம், പ്രാർത്ഥന ചിലരുടെ തിരിച്ചുവരവിന്റെ സമയമാണ്. இந்த ஜெப கூட்டமானது சிலருடைய திரும்பி வருகிறது, ചിലരെ മടക്കി കൊണ്ടുവരുന്ന സമയമാണ്. திரும்பி திரும்பி அழைக்கிற நேரம். ഈ രാത്രിയിൽ അങ്ങനെ ഒരു അനോയിന്റിംഗിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. அப்படிப்பட்டதான ஒரு அபிஷேகம் இங்க வருகிறது. ഇനി ഒരിക്കലും ഞങ്ങൾ തിരിച്ചു വരത്തില്ല. இனி ஒருபோதும் திரும்பி வர மாட்டோம். അവൻ ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും. நாங்க முன்னால தான் போகும். അങ്ങനെ യാത്ര ചെയ്തവരെ, அப்படியா பயணம் பண்ணி கொண்டிருந்தவர்கள், കർത്താവ് വാഗ്ദത്തത്തിന്റെ ദേശത്തിലേക്ക്, ஆவியானவர் வாഗ്ദത്തமான தேசத்துக்கு അവൻ യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുവന്നത് எருசலேமுக்கு கொண்டு வந்தது போல വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയാണ്. வாഗ്ദത്തം பெற்றுக்கொள்வதற்காக. അവൻ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? நாங்க சொல்லுகிறது உங்களுக்கு புரியுதா? യെരൂശലേമിൽ നിന്ന് അവർ എമ്മൂസിലേക്ക് പോയത്, எருசலேமிலிருந்து எம்மோசுக்கு போனது, വാഗ്ദത്തമുള്ള സ്ഥലത്തു നിന്ന് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. வாഗ്ദத்தம் இருந்த இடத்திலிருந்து வேற இடத்துக்கு போனார். പക്ഷേ കർത്താവ് വാഗ്ദത്തം പ്രാപിക്കേണ്ട യെരൂശലേമിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നു. ஆனா கர்த்தர் அவர்களை வாഗ്ദத்தம் பெற்றுக்கொள்ள வேண்டிய எருசலேமுக்கு திரும்பி கொண்டு வந்தார். പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാൻ അവരെ കർത്താവ് യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുവന്നു. பிதாவினிடத்துல கேட்ட வாഗ്ദத்தத்தை பெற்றுக்கொள்ள எருசலேமுக்கு திரும்பி கொண்டு வந்தார். ദൈവം എന്തിനാ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത്? தேவன் எதுக்காக உங்களை திருப்பி கொண்டு നിങ്ങളുടെ வருகிறார்? മേലുള്ള വാഗ്ദത്തത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി. உங்களோடு இருக்கிற வாഗ്ദத்தத்தை வெளிப்படுத்த, നിങ്ങളോട് പ്രവാചകന്മാർ പ്രവചിച്ച വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. அவன் தீர்க்கதரிசிகள் உங்களோடு சொன்ன வாഗ്ദത്തங்களை வெளிப்படுத்துகிறார். ഇനിയും ഒരു പ്രവചനം കേൾക്കാനല്ല ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നത്. இன்னொரு தீர்க்கதரிசனம் கேட்பதற்காக அல்ல உங்களை கொண்டு வந்தது. ഇന്നലകളിൽ നീ കേട്ട വാഗ്ദത്തങ്ങൾ നടക്കത്തക്ക നിലയിൽ ഒരാത്മ പകർച്ച ഈ രാത്രി ദൈവാത്മാവ് അയക്കുകയാണ്. நேற்று தினங்களில் கேட்ட அந்த வாഗ്ദത്തங்களை பெற்றுக்கொள்ள இதுக்குள்ள உங்களை கொண்டு வந்தார். വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. நம்பிக்கை உள்ளவர் கரங்களை தட்டி ஆண்டவருக்கு പകർച്ചകൾ நன்றி. സംഭവിക്കുന്നു. அது சம்பவிக்கட்டும், പകർച്ചകൾ സംഭവിക്കുന്നു. அது சம்பவிக்கட்டும். In the mighty name of Jesus. Oh, in the name of Jesus. Rabba Shaida Rabba கரங்களை தட்டி, கரங்களை தட்டி நல்ல ஜோராக ஹalleluya, ஹalleluya. വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നു. வாഗ്ദത്ത நாட்டுக்காக அவரை கொண்டு வந்தார். ആമേൻ. വാഗ്ദത്ത നാട്ടിൽ വന്നിട്ട് യെരൂശലേമിൽ അവർ മടങ്ങി വന്നിട്ട് எருசலேமுக்கு திரும்பி வந்தപ്പോൾ അവർ യേശുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്, இயேசுவோடு கேட்ட கேள்வி, ഞങ്ങളുടെ രാജ്യം എപ്പോൾ യഥാസ്ഥാനപ്പെടും? எப்ப உங்களுடைய ராஜ்யம் வரப்போகிறது? അവർക്ക് വീണ്ടും അവർക്ക് കേൾക്കേണ്ടത് അവരുടെ രാജ്യത്തെ കുറിച്ചാണ്. அவருக்கு கேட்க வேண்டியது அவருடைய ராஜ்யத்தை குறித்து. ആമേൻ, ആമേൻ. അവർക്ക് വീണ്ടും കേൾക്കേണ്ടത് ഞങ്ങളുടെ കാര്യം എപ്പോൾ സെറ്റിലാകുമെന്നാണ്. அவன் நம்ம காரியங்கள் எப்பெல்லாம் அவன் உறுதியாக்கப்படும் என்றது. നമ്മളിൽ ചിലർ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ அதே போல ஆசைப்படுகிறோம். പ്രവചനം കേട്ട് കേട്ട് நாம தீர்க்கதரிசனம் கேட்டு கேட்டு ഇന്ന് രാത്രിയിൽ കേൾക്കാൻ വന്നിരിക്കുകയാണ്. இன்னைக்கு ராத்திரியில கேட்க வந்திருக்கிறோம். പക്ഷേ കർത്താവ് പറയുന്നു, ஆவியானவர் சொல்லுகிறார், ഇന്ന് രാത്രി കേൾക്കാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. இன்னைக்கு ராத்திரியில கேட்பதுக்காக அல்ல, നീ കേട്ടത് പ്രാപിക്കത്തക്ക നിലയിൽ, நீ கேட்டதை பெற்றுக்கொள்ளத்தக்க, നീ കേട്ടത് അനുഭവിക്കത്തക്ക നിലയിൽ, கேட்டது அனுபவிக்கத்தக்க ரீதியில் അതിന്റെ മുകളിൽ ഒരു പകർച്ച സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ஒரு நிரப்புகிற அபிஷேகம். വേറൊന്നും നിങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട. வேற எதுவும் சிந்திக்க வேண்டாம். ഇതിനകത്തൊരു പകർച്ച സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ஆவியானவர் ஊற்றப்படுகிறார். ഞാൻ പുരുഷനെ അറിയായിക കൊണ്ട് എങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ചപ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ എങ്ങനെയെന്ന് ചോദിക്കുന്ന പലതിന്റെയും മറുപടികൾ ആത്മ പകർച്ചയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുന്നു. ஆமென். மரியா கேட்டது போல, நான் புருஷனை அறியாத இருக்கிறதுனால இது எப்படி ஆகும் என்று கேட்டது போல, பரிசுத்த ஆவியானவர் உண்மையில வரும் பொழுது அது நடக்கும் என்று சொன்னது போல இங்க சில காரியங்கள் நடக்க போகிறது. ഇന്ന് നിന്റെ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. உங்களுடைய சூழ்நிலையை குறித்து சிந்திக்க வேண்டும். ആത്മ പകർച്ച വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ஆவியானவர் இறங்கும்படி ஜெபிக்கலாம். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. பரிசுத்த ஆவியானவர் உங்கள் மேல வரும். നിങ്ങൾക്ക് ശക്തി ലഭിക്കും. உங்களுக்கு சக்தி கிடைக்கும். നീ കേട്ട വാഗ്ദത്തം നിന്നിൽ നിവർത്തിയാകും. ஆமென். நீ கேட்ட வாக்குத்தத்தம் நிறைவேறும்.
സകലരും കരമടിച്ച് കർത്താവിന് നന്ദി കരങ്ങളെ തട്ടി കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരിലൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുന്നു. ആവിയാനവർ ചിലരോട് പേசுகிறார். നിന്നെ മടക്കി കൊണ്ടുവരാൻ പോകുന്നു. உன்னை திருப்பி கொண்டு வர போகிறார். വിശ്വസിക്കുക, വിശ്വസിക്കുക. நீங்க நம்புங்க. ചിലരുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ഒരു മടങ്ങി വരവ് കർത്താവ് ഇന്നലകളിൽ നിനക്കുണ്ടായത് എവിടെയോ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനകത്ത് ഇനിയും എനിക്കൊരു പഴയ കാലം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് പറയുന്നു, ആ പഴയ കാലത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു റിവൈവൽ ഇതിനകത്തുണ്ടാകുകയാണ്. ആമേൻ. ഉന്നെ പണ വിഷയത്തില് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക ഉന്നിടത്തില് ഉന്നെ തിരുപ്പി കൊണ്ടുവരിക ഒരു അഭിഷേകം ഇതുക്കുള്ള ഇരിക്കുന്നത് എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു. ആവിയാനവർ ചൊല്ലുகிறார். അവൻ നയീൻ എന്ന പട്ടണത്തിനകത്ത്, നയീൻ പട്ടണത്തുക്കുള്ള ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു വിധവ സ്ത്രീ ഇരുന്നത്. അവൾക്കൊരു മകൻ ഉണ്ടായിരുന്നു. അവൾക്കൊരു മകൻ ഇരുന്നത്. അവൻ മരിച്ചുപോയി. அந்த മകൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോണ. പക്ഷേ വചനം പറയുന്നു, വചനം ആ ചൊല്ലുகிறது, പട്ടണത്തിലേക്ക് യേശു ചെന്നപ്പോൾ அந்த പട്ടണത്തുக்குள்ள യേശു കടന്നു വന്നപ്പോൾ മരിച്ചുപോയ മകനെ അവൾക്ക് തിരിച്ചു കൊടുത്തു. அந்த ഇറന്നു പോണ മകനെ அந்த தாய்க்கு திருப்பி ഇന്ന് കൊടുത്തു. രാത്രി യേശു ഇതിനകത്ത് വന്നത് എന്തിനെന്നറിയാമോ? അവൻ യേശു എതുക്കാக വന്നത് தெரியுமா? നിന്നെ എന്തിനാ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നെന്നറിയാമോ? கர்த்தர் உன்னை எதுக்கு கொண்டு வந்தது தெரியுமா? നിനക്ക് നഷ്ടപ്പെട്ടത് പോയത് തിരിച്ചു നൽകാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടത് திரும்பி தர. നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടത് திரும்பி കൊടുക്ക. ഈ സഭയോട് അങ്ങനെ തന്നെ ആത്മാവ് പ്രവചിക്കുന്നു. ആവിയാനവർ സഭയ്ക്ക് சொல்லுகிறார், നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവം തിരിച്ചു നൽകുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചലിക്കുന്നു. உனக்கு எதெல்லாம் நஷ்டப்பட்டிருக்கிறதோ அதெல்லாம் திருப்பி கொடுக்க ஒரு அபிஷேகம் உனக்கு கருகிறது. அந்தல் கமன கமன கடக தூர ഘടകമന അൽക്കരാ രഗൽകമന ഘടകം ചൂടവരം ചലനം ചലനം ഘടകമന ഗദുരബലബ. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, പരിശുദ്ധാവിയാനവർ ചൊല്ലുகிறார், നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകുന്ന ദൈവകൃപ, നഷ്ടപ്പെട്ടു പോണത് തിരുപ്പി കൊടുക്കുക, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകുന്ന അഭിഷേകം, അവൻ നഷ്ടപ്പെട്ടു പോണത് തിരുപ്പി തരുകിற അഭിഷേകം ദൈവം ഈ സഭയുടെ മേൽ അയക്കുകയാണ്. ദേവൻ இந்த സഭയ്ക്ക് തരുகிறார். ലബ റബ ലദുരബല ഓരിയാ തലരിഗ ദടഗ നമരബദുര ഇരിക്കുന്ന ഇടം വിശാലപ്പെടേണ്ടതിന് വേണ്ടി. അവൻ നീങ്ക ഇരിക്കുന്ന ഇടം അത് വിശാലമാക പോകരുത്. അവൻ ഇരിക്കുന്ന ഇടം ഞെരുക്കമായതുകൊണ്ട് വിശാലതയ്ക്ക് വേണ്ടി. അവൻ ഇരിക്കുന്ന ഇടം നെരുക്കമായിരിക്കുന്നതിനാല് വിശാലത്തുക്കാക അവൻ മരം വെട്ടുവാൻ പോയ അവൻ പ്രവാചക ശിഷ്യന്റെ കോടാലി നഷ്ടപ്പെട്ടു പോയി. அந்த மரம் வெட்டுகிறதுக்காக போன அந்த சீஷனுடைய அந்த கோடாலி தண்ணீருக்குள்ள விழுந்து போனது. അവൻ നഷ്ടപ്പെട്ടു പോയി. அது നഷ്ടപ്പെട്ടു പോണത്. அந்த നഷ്ടപ്പെട്ടു പോയ കോടാലി, அந்த നഷ്ടപ്പെട്ടു പോണ കോടാലി അവൻ യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു. യജമാനനെ അത് കടൻ വാങ്ങേണ്ടതായിരുന്നു. അവൻ അത് വായ്പ വാങ്ങിയതായിരുന്നു. കടൻ വാങ്ങിയിരുന്നത് അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് തിരുപ്പി കൊടുക്ക വേണ്ടി. അത് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു പോയി. അവൻ യജമാനനെ നഷ്ടപ്പെട്ടു പോയി. യജമാനനെ നഷ്ടപ്പെട്ടു പോയി. അവൻ നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ, എങ്ക നഷ്ടപ്പെട്ടു കാട്ടി കൊടുത്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയ കോടാലിയെ അവൻ യജമാനനിട്ട അവൻ കൊമ്പിലൂടെ അത് പൊങ്ങി വരുവാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോണ എടുത്ത കാട്ടിന ഉടനെ ഒരു കൊമ്പ് വെട്ടി அந்த தண்ணீருக்குள்ள போட்ட போது அந்த கோடாலி மேல வந்தது. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, இன்னைக்கு ராத்திரி ஆவியானவர் വായ്പ വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടത്, അവൻ കടൻ വാങ്ങിയത് തിരുപ്പി കൊടുക്ക വേണ്ടിയത്, അവൻ വലിയ ബാധ്യതയ്ക്കകത്ത് നിൽക്കുന്നവരുടെ കർത്താവ് പറയുന്നു, കടബാധ്യതയിൽ ഇരിക്കുന്ന சொல்லுகிறார், അവൻ നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ വേണ്ടി പോകുകയാണ്. ഉനക്ക് എന്ന നഷ്ടമായിരിക്കുന്നത് തിരുമ്പി ചിലരെ കർത്താവ് അങ്ങനെ തന്നെ ഉറപ്പിക്കുകയാണ്. അത് அப்படியே ആண்டவர் ഉറുതിയാ சொல்லுகிறார். അവൻ സാമ്പത്തികമായ ചില ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് രാത്രി തുറക്കാൻ വേണ്ടി പോകുകയാണ്. അവൻ ഐശ്വര്യത്തിനുடைய ഒരു കഥവെ ആണ്ടവർ തുറക്ക പോകുക. നഷ്ടപ്പെട്ടു പോയ ഫിനാൻഷ്യലി അവൻ ബ്ലെസ്സിംഗിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോണ പണ വിഷയത്തിക്കുള്ള നിങ്ങളെ തിരുപ്പി കൊണ്ടുവരാൻ പോകുகிறார். അവൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ ദൃഢமான നம்பிக்கை இருக்கு. അവൻ ഇന്ന് രാത്രി കർത്താവ് പദം പറയുമ്പോൾ, ഇന്നേക്ക് രാത്രി அப்படி சொல்லும்போது ഈ സഭയുടെ മേൽ അങ്ങനത്തെ ഒരു ബ്ലെസ്സിംഗിനെ കർത്താവ് വീണ്ടും തുറന്നിടുകയാണ്. സഭയ്ക്കാக കർത്തർ அப்படிப்பட்ட ഒരു ആശീർവാദത്തെ തുറന്നു വിടുகிறார்.
നിങ്ങളുടെ ഞെരുക്കങ്ങളെ കർത്താവ് മാറ്റാൻ വേണ്ടി പോകുകയാണ്. உங்களுடைய நெருக்கடிகளை கர்த்தர் மாற்ற போகிறார். ഫിനാൻഷ്യലി നിങ്ങളെ കർത്താവ് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. பண விஷயத்தில் ஆண்டவர் உங்களை ஆசீர்வதிக்க போகிறார். നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. உங்களை ஆசீர்வதிக்கிறவரை கர்த்தர் ஆசீர்வதிப்பார். അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവം ഈ സഭയെ നോക്കി പ്രവചിച്ചു പറയുന്നു. ஆபிரகாம் கிட்ட சொன்னது போல இந்த சபையை பார்த்து ஆவியானவர் சொல்லுகிறார். നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. உன்னை ஆசீர்வதிக்கிறவரை நான் ஆசீர்வதிப்பேன். അവൻ ഈ സഭയോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അങ്ങനെ ഇന്ന് രാത്രി ദൈവം തുറക്കുകയാണ്. இந்த சபைக்காக ஆவியானவர் அப்படிப்பட்ட ஒரு அபிஷேகத்தை கொடுக்கிறார். ഇതിനകത്ത് വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. இதுக்குள்ள வருகிற எல்லாரும் ஆசீர்வதிக்கப்படும். വരുന്നത് കടഭാരത്തിലായിരിക്കാം, அவன் வருகிறவர் கடன் பாரத்தினால, വരുന്നത് രോഗത്താലായിരിക്കാം, வியாதியால வருகலாம், പലവിധമായ പ്രശ്നങ്ങളിലായിരിക്കാം. அநேக பிரச்சனையினால வரலாம். പക്ഷെ വന്ന് കേറുന്നവർ ഒന്നും அவன் உள்ள வருகிறவர் யாரும் തിരിച്ചു പോകുന്നത് അതേ പ്രശ്നമായിട്ടല്ല. வந்தது போல அவங்க திரும்பி போக மாட்டாங்க. അവർ മടങ്ങി പോകുന്നത് ദൈവിക വിടുതൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും. அவர் திரும்பி போகும்போது விடுதலையோட போக போகிறார். ഇന്ന് രാത്രിയിലും ചിലരിത് പറയാൻ പോവുകയാണ്. அவன் சிலரோட இது ஆண்டவர் சொல்லுகிறார். അവൻ ഇന്ന് രാത്രി നടന്ന ഈ സെക്ഷനകത്ത്, இந்த കൂട്ടத்துக்குள்ளாக, അവൻ ഈ മീറ്റിംഗിനകത്ത്, இந்த கூட்டத்துக்குள்ள അവൻ ദൈവം എന്റെ സ്ഥിതിയെ തിരിച്ചു കൊണ്ടുവന്നു. தேவன் உங்களுடைய சூழ்நிலையை திருப்பி கொண்டு എന്റെ வருகிறார். ചരിത്രങ്ങളെ തിരിക്കുവാൻ തുടങ്ങി. சரித்திரங்களை திருத்தி கொண்டு എന്റെ வருகிறார். പഴയ ജീവിത രീതികൾക്ക് മാറ്റമുണ്ടായി. பழைய வாழ்க்கையை மாற போகுது. എന്റെ സാമ്പത്തിക വിഷയങ്ങൾക്ക് മാറ്റമുണ്ടായി. பண விஷயத்துல வித்தியாசம் வந்தது. എന്റെ കുടുംബ ജീവിതത്തിന് മാറ്റമുണ്ടായി. குடும்ப வாழ்க்கையில வித்தியாசம் എന്റെ வந்தது. ആത്മീക ജീവിതത്തിന് വ്യത്യാസമുണ്ടായി. ஆவிக்குரிய வாழ்க்கையில மாற்றம் வந்தது. അന്നത്തെ ആ മീറ്റിംഗ് എന്റെ ചരിത്രത്തെ മാറ്റിയെന്ന് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ചിലരുടെ മേൽ കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കുന്നുണ്ട്. அந்த கூட்டத்தில் என்னுடைய வாழ்க்கை தலைகீழாய் மாறினது என்று சாட்சி சொல்லத்தக்கதாக ஒரு அபிஷேகம் இங்கே வருகிறது. നിങ്ങളിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും நீங்கள் இது நம்பினாலும் இல்லனாலும் എനിക്ക് നല്ല ഉറപ്പ് ദൈവം തരുന്നു. எங்களுக்கு நல்ல திருடமான நம்பிக்கை இருக்கு. ഈ മീറ്റിംഗ് കൊണ്ട് ചിലരുടെ ചരിത്രത്തെ കർത്താവ് തിരിക്കും. இந்த கூட்டத்தினால் அநேகருடைய வாழ்க்கை மாற போகிறது. ആമേൻ. ചിലരുടെ ചരിത്രങ്ങളെ ദൈവം തിരിക്കും. சிலருடைய சரித்திரத்தை மாற்ற போகிறது. ഈ സഭയുടെ ചരിത്രങ്ങളെ ദൈവം തിരിക്കും. இந்த சபையுடைய சரித்திரத்தை மாற்ற போகிறது. ആമേൻ. അധികം വൈകുന്നതിന് മുമ്പ്, அதிகമായ നാളുകൾ ഇല്ലാമ, ആമേൻ, ഈ ഹോള് പോലും ചേഞ്ച് ചെയ്യത്തക്ക നിലവാരത്തിലുള്ള ചരിത്ര മാറ്റങ്ങൾ ഈ സഭയുടെ മേൽ കർത്താവ് തുറക്കും. இந்த ஹால் கூட மாற்றத்தக்கதாக மாற்றத்தை கர்த்தர் சபையில தருவார். എന്റെ കർത്താവ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അതിനു വേണ്ടിയാണ്. അവൻ ആണ്ടവർ இந்த இடத்துக்கு அனுப்பினது இதை சொல்றதுக்காக. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവാചകനും അപ്പോസ്തലനും എന്ന ദൈവിക നിയോഗത്തിനകത്ത് ഞാൻ ആത്മമണ്ഡലത്തിൽ സഭയുടെ മേൽ തുറന്നു വിടുകയാണ്. അവൻ தேவனுடைய தீர்க்கதரிசியும் அப்போஸ்தலன ஸ்தானத்தில் நின்று அந்த ஆசீர்வாதத்தை திறந்து ഇന്ന് விடுகிறார். രാത്രി കരമടിച്ച ദൈവിക അഭിഷേകത്തെ സ്വീകരിക്കുക. கரங்களை தட்டி அதனை அவன் பெற்றுக்கொள்ளுங்க. കാരണം ബൈബിൾ പഠിപ്പിക്കുന്നു, பைபிள் சொல்லுகிறது, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും. நீங்க பூமியில கட்டுகிறது பரலோகத்தில், നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ അടിയപ്പെടും. நீங்க பூமியில அழிக்கிறது சொர்க்கத்தில் ഇന്ന് அழிக்கப்படும். രാത്രി ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. அவன் தீர்க்கதரிசியாய் சொல்லுகிறார். ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ അപ്പോസ്തലനാണ്. தேவனுடைய அப்போஸ்தலனா இருக்கிறார். എനിക്കൊരു കാര്യം ഉറപ്പാണ്, ஒரு காரியத்தை விசுவாசிக்கிறேன். അവൻ ദൈവം എന്റെ മേൽ ഇട്ടിരിക്കുന്ന അധികാരത്തെ എനിക്ക് നല്ല ഉറപ്പാണ്. அவன் தேவன் கொடுத்த அதிகாரத்தினுடைய நம்பிக்கை அது. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ തിരിക്കുകയാണ്. அவன் இன்றைக்கு ராத்திரியில் இந்த சபையை அவன் திருப்பி கொண்டு ഇതിന്റെ வருகிறான். ആത്മമണ്ഡലത്തിന്റെ മേല് ദൈവത്തിന്റെ പകർച്ചകൾ സംഭവിക്കുകയാണ്. அவன் தேவனுடைய ஆவியானவருடைய ஒரு ஊற்றப்படுகிற வருகிறது. ഇതിനകത്ത് വലിയ ആത്മ പകർച്ചകൾ സംഭവിക്കും. இதுக்குள்ள ஆவியானவர் ஊற்றப்படுகிறது. വലിയ ഉണർവുകൾ സംഭവിക്കും. எழுப்புதல் உண்டாகும். വിശ്വസിക്കുന്നവർ കരം അടിച്ച് நம்பிக்கையோட கரங்களை தட்டி ஹalleluya. ஆமென் 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 ஆமென். ഈ രാത്രി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. கர்த்தர் உங்களுக்கு உதவி செய்யட்டும். എന്റെ ഹൃദയത്തിൽ ദൈവം ആമേൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ஆமென். ஆண்டவர் எங்களுக்கு உள்ளத்திலே கொடுத்துக்கப்பட்ட உங்களோட பேசும்படியா തന്ന ഒരു വചനത്തിന്റെ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാം. ஒரு வசனத்தை திறந்து வாசிக்க போகிறோம். ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ இந்த வசனத்தை கேட்டுக்கொண்டிருக்கும் അസാധാരണമായ വിടുതൽ ഇവിടെ സംഭവിക്കും. பயங்கரமான விடுதலை இங்க இடத்துல நடக்க போகிறது. എനിക്കറിയാം, ഞാൻ നല്ല രണ്ട് പ്രസംഗം പ്രസംഗിക്കാൻ ഇവിടെ വന്നത്. ஆமென். என்ற பிரசங்கத்துக்காக வந்தேன். പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, ஆனா கர்த்தர் சொல்லுகிறார், നിന്റെ പ്രസംഗം ഇവിടെ നിൽക്കുക. இந்த பிரசங்கத்தை அல்ல இங்க എനിക്ക് ആമേൻ സ്തോത്രം, ഈ
ആമേൻ ദൈവസഭയുടെ മേൽ ചിലത് ചെയ്യാനുണ്ട്. இந்த சபைக்கு மேல சில காரியங்கள் செய்யணும். എനിക്ക് ഇവിടെ വന്ന ജനത്തോട് ചിലത് സംസാരിക്കാനുണ്ട്. இங்க வந்திருக்கிற ஜனத்தோடு நான் பேச வேண்டும். എനിക്ക് സംസാരിക്കാനുള്ളത് നീ സംസാരിക്കുവാൻ. ஆமென் ஸ்தோத்திரம். எனக்கு பேச வேண்டியது நீ பேசும்படியாக നിന്റെ പ്രസംഗത്തെ മാറ്റി വെക്കുക. ஆமென் உன்னுடைய பிரசங்கத்தை நீ மாற்றி வை. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ இன்னைக்கு ராத்திரியில എന്റെ പ്രസംഗത്തെക്കാൾ വലുത് ஆமென் பிரசங்கத்தைக்கால் பெருசு ദൈവത്തിന്റെ ശബ്ദമാണ്. தேவனுடைய சத்தம். നിങ്ങൾ തിരിച്ചറിയണം. நீங்கள் அது புரிந்து கொள்ள ആമേൻ வேண்டும். നിലവിളിക്കുന്ന ഇസ്രായേൽ ജനം ஆமென் அழுகிற இஸ்ரவேல் ஜனம் പുറകോട്ട് നോക്കുമ്പോൾ ആമേൻ ഫറവോനും കൂട്ടരും. ஆமென் பின்னால பார்க்கும்போது பரவோனும் சேனைகள். ആമേൻ മുമ്പോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ. முன்னால பார்க்கும்போது செங்கடல். ആമേൻ ഇതിന്റെ നടുവിൽ இதற்கு முன்னால എന്ത് ചെയ്യണമെന്നറിയാതെ என்ன செய்ய வேண்டும் தெரியாது. ജനം ആമേൻ മോശയോട് പിറുപിറുക്കുകയാണ്. ஆமென் ஜனம் ஆமென் மோசேயிடத்திலே முறுமுறுக்கிறார். മോശയുടെ അകത്ത് ഭയങ്കരമായ അസ്വസ്ഥതകൾ. ஆமென் மோசேக்கு உள்ளத்துல அந்த ஒரு பிரச்சனை. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. என்ன செய்ய வேண்டும் தெரியல. ആമേൻ ദൈവത്തോട് താൻ പിറുപിറുക്കാൻ തുടങ്ങി. ஆமென் தேவனோட முறுமுறுக்க ஆரம்பிச்சார். ഞാനാണ് ഈ ജനത്തെയൊക്കെ പ്രസവിച്ചത്. ஆமென் நானா இந்த ஜனங்களை பெற்றுக்கொண்டேன். ഇങ്ങനെ വലിയ അസ്വസ്ഥതപ്പെട്ട മോശ ஆமென் இப்படி உள்ளத்துல பயங்கரமான பிரச்சனையோட ദൈവത്തോട് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ ஆமென் தேவனோட முறுமுறுக்கும் போது ആമേൻ മോശയോട് ദൈവം സംസാരിച്ചു. மோசே ஆண்டவர் பேசினார். മോശേ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? மோசே நீ எதுக்காக பாரப்படுகிறாய்? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. உன் கையில இருக்கிற வடி எடுத்து அந்த செவந்த சமுத்திரத்து மேல நீட்டு. ആ സമയത്തൊരു പ്രസംഗമല്ല മോശയ്ക്ക് വേണ്ടത്. அந்த சமயத்துல பிரசங்கம் அல்ல தேவை. ആമേൻ സ്തോത്രം. ജനത്തിന് വേണ്ടത് ആമേൻ സ്തോത്രം അവിടെ ഒരു വഴി തുറക്കപ്പെടുക എന്നുള്ളതാണ്. ஜனத்துக்காக அந்த செங்கடலுக்கு மத்தியத்துல ஒரு வழി திறக்க வேண்டும். അതിന് ദൈവം മോശയോട് പറഞ്ഞത് தேவன் மோசேயிடத்துல சொன்னார், നീ പ്രസംഗിക്കാനല്ല, நீ பிரசங்கிக்க வேண்டாம். നിന്റെ കയ്യിലിരിക്കുന്ന വടി എടുക്കുക. உன்னுடைய கையில இருக்கிற கோலை எடு. നിന്റെ കയ്യിലിരിക്കുന്ന വടി എടുക്കുക. அந்த கையில இருக்கிற கோலை எடு. ആ വടി ഒരിക്കൽ அந்த கோല് ആമേൻ നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നതാണ്. ஆமென் அந்த கோலை கீழே போட்ட போது அது சர்ப்பமாய் மாறினது. ആമേൻ ഞാൻ ആരാണ് എന്ന് മോശെ നിന്നെ വെളിപ്പെടുത്തിയതാണ് ഈ വടി. ஆமென் ஆண்டவர் யார் என்பதை மோசேக்கு வெளிப்படுத்தின அந்த கோல். ആ വടി എടുക്കുവാൻ മോശയോട് ദൈവം அந்த கோல் எடுக்கிறதுக்கு ஆண்டவர் சொன்னார், അതെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. அந்த கோலை செங்கடலுக்கு நேரே நீட்டு. മോശ അതെടുത്ത് നീട്ടിയപ്പോൾ மோசே அந்த கோல் எடுத்து நீட்டின உடனே തിരുവെടുത്ത് പറയുന്നു, ஆமென் பைபிள் சொல்லுகிறது, യഹോവയുടെ ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി. ஆமென் ஆண்டவருடைய கரம் அந்த கோலோடு கூட அந்த செங்கடலுக்கு மேலே வந்தது. മോശ വടി നീട്ടിയപ്പോൾ மோசே கோல் நீட்டின உடனே ആമേൻ വചനം പറയുന്നു, வேதம் சொல்லுகிறது, യഹോവയുടെ ഭുജം கர்த்தருடைய கரம் ആമേൻ മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കിയ ദൈവം. ஆமென் தேவனுடைய வலது கரம் போனது போல ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചിട്ട് ஒரு கிழக்கன் காற்று வந்து ആമേൻ ചെങ്കടലിനെ വിഭാഗിച്ചൊരു വഴി തുറന്നു. ஆமென் செங்கடல் இரண்டாக பிளர்ந்து வழி திறந்தது. ഇന്ന് രാത്രിയിലും இன்னைக்கு ராத்திரியில പ്രസംഗത്തെക്കാൾ വലുത് பிரசங்கிக்கிறதுக்காட்டிலும் ആമേൻ തുറക്കപ്പെടേണ്ട വഴി തുറക്കപ്പെടുവാൻ ஆமென் திறக்க வேண்டிய வழி திறக்கும்படியாக ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക എന്നുള്ളതാണ്. தேவனுடைய மகிமை இறங்க வேண்டும். അതുകൊണ്ട് ഇന്ന് രാത്രിയില് ആമേൻ മഹത്വത്തെ നിങ്ങൾ സ്വീകരിക്കുക. தேவனுடைய மகிமையை நீங்க பெற்றுக்கொள்ள வேண்டும். എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന இருதயத்தில் ஆண்டவர் கொடுத்த ആമേൻ ഒരു ദൈവവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ஒரு வசனத்தை வாசிக்க. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം அப்போஸ்தല നടപടിகளின் പുസ്തകം 12-ാം അധ്യായം 12-ാം அதிகாரம் 5-6 വാക്യങ്ങൾ. அப்போஸ்தல நடவடிக்கைகள் 12-ாம் அதிகாரம் அதனுடைய 4-5 വാക്യങ്ങൾ. அப்போஸ்தல நடவடிக்கைகள் ஆமென் 12-ாம் அதிகாரம் அதனுடைய 4-5 வசனங்கள். ആമേൻ സ്തോത്രം. അതിങ്ങനെയാണ് വായിക്കുന്നത്. அது எப்படியாக வாசிக்கிறது? അവനെ പിടിച്ച ശേഷം சோத்ரம் அவனை பிடிச்சு சிறைச்சாலையிலே வைத்து பஸ்கா பண்டிகைக்கு பின்பு ஜனங்களுக்கு முன்பாக அவனை வெளியே கொண்டு வரும் என்று எண்ணி அவர்களை காக்கும்படி வகுப்புக்கு 4 போர்ச்சேவகரை ஏற்படுத்திய 4 வகுப்புகளின் வசமாக ஒப்புவிட்டான். அப்படியே பேதுரு சிறைச்சாலையிலே காக்கப்பட்டிருக்கையில் சபையார் அவருக்காக தேவனை நோக்கி ஊக்கத்தோட ஜெபம் பண்ணினார்கள். கரங்களை உയർത്തി ഹല്ലേലൂയ சொல்லுங்க. ഇനി കുറച്ച് സമയം നമ്മൾ ശാന്തമായി വചനത്തെ ചിന്തിക്കാൻ പോകുകയാണ്. ആമേൻ വചനത്തെ ധ്യാനിக்க போகிறோம். ആമേൻ വളരെ ശാന്തമായി ഞാൻ വചനം പ്രസംഗിക്കാം. ரொம்ப சாந்தமான രീതിയിൽ பேசிக்கிறோம். ആമേൻ ആത്മാവ് അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ആമേൻ ആവിയാനവർ അസൈവാടി കൊണ്ടിരിപ്പാർ. ആമേൻ പാസ്റ്റർ അല്പം ആമേൻ സ്തോത്രം ഷൗട്ടിൽ സംസാരിച്ചാലും സ്തോത്രം கொஞ்சம் சத்தமா பேசினாலும் ആമേൻ സ്തോത്രം നിങ്ങൾ വളരെ ശാന്തമായി വചനം കേൾക്കണം. ആമേൻ நீங்க ரொம்ப താഴ്മയോടെ அந்த വചനത്തെ நீங்க பெற்றுக்கொள்ளுங்க. ആമേൻ സ്തോത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടു താഴ്മയോടെ വചനം കേൾക്കണം എന്ന് പറഞ്ഞത്. ആമേൻ താഴ്മയോടെ വചനത്തെ കേൾക്ക வேண்டும். അത് നല്ലതാണ്. അത് നല്ലതാ. പക്ഷെ കുറച്ചുകൂടെ എന്റെ ഭാഷയിൽ ആമേൻ നമ്മ சொல்லும்போது നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ரொம்ப கவனமா கேட்கணும். ശ്രദ്ധിച്ച് കേൾക്കുക. கவனமா கேட்கணும். ഓക്കേ, ഇവിടെ എന്താണ് വായിക്കുന്നത്? இங்க பேச என்ன வசனம் சொல்லி இருக்கிறது? അവനെ പിടിച്ച ശേഷം അവനെ പിടിച്ച രാത്രി പെസഹ കഴിഞ്ഞിട്ട് പെസഹ പண்டிകയ്ക്ക് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ
നിർത്തുവാൻ ഭാവിച്ച് ആ, തടവിലാക്കി. ജനങ്ങൾക്ക് മുൻപാകെ അവനെ വെളിയെ കൊണ്ടുവര വേണ്ടും എന്ന് എണ്ണി അവനെ തടവിലാക്കി. അവനെ കാക്കുംപടി വകുപ്പുക്ക് 4 പോർച്ചേവർക്ക് ഏർപ്പെടുത്തണം. അവനെ തടവിലാക്കി. അവരെ അവൻ സിറച്ചാലയിൽ കൊണ്ടുപോയി. ശ്രദ്ധിച്ചാട്ടെ, അവനെ തടവിലാക്കി. അവനെ കൊണ്ടുപോയി സിറച്ചാലയിൽ വെച്ച അത്ര പറഞ്ഞാൽ മതി. അവനെ തടവിലാക്കി. അവനെ സിറച്ചാലയിൽ വെച്ച അവനെ തടവിലാക്കി. അവനെ സിറച്ചാലയിൽ വെച്ച ആരാണ് തടവിലാക്കിയത്? യാര് സിറച്ചാലയെ കൊണ്ടുപോയി? ആരെയാണ് തടവിലാക്കിയത്? യാരെ കൊണ്ടുപോയി സിറച്ചാലയിൽ വെച്ചാൽ വചനം പറയുന്നു, വചനം ചൊല്ലുகிறது, ഹേരോദ പത്രോസിനെ പേതുരുവെ തടവിലാക്കി. അവൻ സിറച്ചാലയിൽ കൊണ്ടുപോയി. ആരാണ് പത്രോസ്? യാര് പത്രോസ്? അവൻ ദൈവത്തിന്റെ അപ്പോസ്തലനാണ്. അവൻ പത്രോസ്. അവൻ ദേവനുடைய അപ്പോസ്തലനായിരിക്കുന്ന പേതുരു. അവൻ ഹേരോദ തടവിലാക്കിയത് കാരാഗ്രഹത്തിൽ വെച്ച് ഒരു സാധാരണക്കാരനെ അല്ല, ഒരു സാധാരണ മനുഷ്യനെ അല്ല, അപ്പോസ്തലൻ ഒന്നാമനെയാണ് തടവിലാക്കിയത്. അപ്പോസ്തലന്മാരിലെ മുതലാവത് പേതുരു. ഇന്ന് രാത്രി ഒരു സന്ദേശം നിങ്ങൾക്ക് പറയാം. இந்த இடத்துல இருந்து ஒரு செய்தி சொல்றேன். മനുഷ്യനും പിശാചിനും തടവിലാക്കാൻ പറ്റും. ஆமென். மனுஷனுக்கும் பிசாசுக்கும் உங்களை கொண்டு போய் ஆமென் தடவரையில போடலாம். ആമേൻ. എന്നാൽ തടവിൽ പിശാച് നിങ്ങളെ ആക്കിയാൽ ആമേൻ, ഇന്ന് രാത്രി തടവിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കും. உங்களை கட்டி வச்சிருக்கிற கட்டிலிருந்து ஆண்டவர் உங்களை வெளியில கொண்டு வருவார். ആമേൻ. സ്തോത്രം. പാസ്റ്റർക്ക് ഒരുപാട് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തടവിൽ ആക്കപ്പെട്ട പത്രോസിനെ യേശു പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി ചിലരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകും. ആമേൻ. പേതുരുവെ സിറച്ചാലയിൽ കൊണ്ടുവന്നതുപോലെ ചിലരെ വെളിയിലെ കൊണ്ടുവര പോകുക. ആമേൻ. ഒരു തടവറയ്ക്കകത്ത് കിടക്കുന്നത് പോലെ ആമേൻ, ചിന്തകൾക്കകത്ത് പല തടവറകൾക്കകത്ത് കിടക്കുന്നവരെ ഇന്ന് രാത്രി കർത്താവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകും. സിറച്ചാലയിൽ വെക്കപ്പെട്ടതുപോലെ അനേകരുടെ ചിന്തനകളെ സിறை പിടിച്ചിരിക്കുന്നവരെ വെളിയിലെ കൊണ്ടുവര പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഗവനിങ്ക. ഈ പത്രോസിനെ പിടിച്ചു തടവറയിലാക്കുന്നതിന് മുമ്പ്, പേതുരുവെ പിടിച്ചു സിറച്ചാല വെക്കുന്നത് മുന്നേ, ആമേൻ, തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, ബൈബിൾ ഇപ്പടി ചൊല്ലുகிறது, യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ആമേൻ. പേതുരുവിൻ സഹോദരനായിരിക്കുന്ന യാക്കോബை വാളിനാലെ കൊല ചെയ്താർ. അപ്പോൾ ഈ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിഷ്യന്മാരെ തടവിലാക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ആമേൻ. ദേവനുடைய ആമേൻ ശിഷ്യരെ ആമേൻ കാരാഗ്രഹത്തിൽ കൊണ്ടുപോകുന്നത് ഒരു പുതിയ സംഭവമല്ല. ഒരുത്തനെ കൊന്നുകളഞ്ഞു, ഒരുവനെ കൊല ചെയ്തു വിട്ട, അത് യഹൂദന്മാർക്ക് സന്തോഷമായി. അത് യഹൂദന്മാർക്ക് സന്തോഷം. ഒരിക്കൽ ആമേൻ, സ്തോത്രം, സംഭവിച്ച കാര്യം പലർക്കും സന്തോഷമായി. ആമേൻ. ഒരു തടവ നടന്നത് പലർക്കും സന്തോഷമായി മാറി. ആമേൻ. ആ സന്തോഷം നിൽക്കുമ്പോഴാണ് அந்த സന്തോഷം നിൽക്കുമ്പോൾ അടുത്ത വാർത്ത കേൾക്കുന്നത്. അടുത്തൊരു വാർത്ത കേൾക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. ദേവനുடைய അപ്പോസ്തലനായ പേതുരുവെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോച്ച ഒരു വാർത്ത സന്തോഷമായി നിൽക്കുമ്പോഴാണ്, ഒരു വാർത്ത സന്തോഷമായി ഇരിക്കുമ്പോൾ അടുത്ത വാർത്തയും കൂടെ കേൾക്കുന്നത്. അടുത്ത വാർത്ത വരുகிறது. അപ്പോൾ ശത്രുക്കൾക്ക് ഒന്നും കൂടെ സന്തോഷമായി, ശത്രുക്കൾക്ക് ഇന്നും സന്തോഷം. ആമേൻ. പക്ഷേ ஆனால் ദൈവത്തിന്റെ വചനം പറയുന്നു, தேவனுடைய வசனம் சொல்லுகிறது, പത്രോസ് തടവിലാക്കപ്പെട്ടപ്പോൾ പേതുരു തടവറയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവസഭ എഴുന്നേറ്റു. അവൻ ജപിക്കുമ്പോൾ സഭ എഴുമ്പെടുത്. ഈ ദൂത് ഈ സഭയോട് പറയാൻ ദൈവാത്മാവ് പറയുമ്പോൾ, இந்த தூது இந்த சபையோக்கு சொல்லும்போது, അവൻ ഈ പ്രാർത്ഥന തടവറകളെ പൊളിക്കുന്ന പ്രാർത്ഥനയാണ്. இந்த ஜெப கூட்டமானது தடவரகளை உடைக்கிறது. ഞാനിത് ഒരു പ്രസംഗമായിട്ടല്ല പറയുന്നത്, ഒരു പ്രസംഗത്തുക്കാക അല്ല, ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇതൊരു ദീർഘദർശന വാർത്ത. തടവറകൾ ഇന്ന് രാത്രി പൊളിയും, സിറച്ചാലകൾ ഉടയ പോകുന്നത്. അവൻ അവൻ അഭിഷക്തന്മാരെ ഒതുക്കിയ തടവറ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പൊളിക്കും. അഭിഷേകം പണ്ണപ്പെട്ടവരെ കെട്ടിവെച്ചിരിക്കുന്ന സിറച്ചാല ഇന്നേക്ക് രാത്രിയിൽ ഉടയും. ദൈവജനത്തെ അവൻ ഒതുക്കുന്ന തടവറകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊളിക്കും. ദേവരുടെ ജനങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന സിറച്ചാല ഉടയ പോകുന്നത്. ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കാനല്ല ദൈവം എന്നെ ഇവിടെ അയച്ചത്, ചില തടവറകൾ ഇന്ന് രാത്രി പൊളിക്കാനാണ് ദൈവം എന്നെ അയച്ചത്. ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കുന്നതുക്കാക അല്ല, കെട്ടപ്പെട്ട ജനത്തെ സിറച്ചാലയിൽ വെളികളെ കൊണ്ടുവരാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ശ്രീപാസ് അവൻ ഈ സഭയെ അവൻ ഒതുക്കുന്ന ചില തടവറകൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് പൊളിക്കാൻ പോവുകയാണ്. ആമേൻ. ശിശുപാസ്
பெந்தெகோஸ்தே இந்த சபையை சிறைச்சாலையில் போடுகிற அந்த அனுபவத்தை கர்த்தர் உடைக்க போகிறார். ഇത് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതല്ല, உங்களுக்கு സന്തോഷം ഉണ്ടാകുம்படி சொல்லல. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. இது தேவனுடைய வார்த்தை. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, இங்க இருக்கிற ஜனத்தோட பேசுகிறேன். നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന உங்களை எல்லைகளை வச்சிருக்கிற ചില തടവറകൾ പൊളിയാൻ വേണ്ടി പോകുകയാണ്. அந்த சிறைச்சாலைகள் உடைய போகிறது. അവൻ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, வேத புத்தகத்தில் சொல்லும்போது അവരെ തടവറയിൽ സൂക്ഷിച്ചു വരുമ്പോൾ, அவர் காராகிரகத்தில் வச்சிருக்கும்போது, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇങ്ങനെ പറയുന്നത്, തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ அவன் சிறைச்சாலை காக்கப்பட்டிருக்கும்போது സഭ ശ്രദ്ധയോടെ சபை அவன் கவனமாக അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു വന്നു. ஊக்கமாக அவனுக்காக ஜெபம் பண்ணினார். ദൈവസഭ ആമേൻ സ്തോത്രം ശ്രദ്ധയോടെ ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. பாருங்க, அந்த சபையானது அந்த காரியத்தை கவனமா ஜெபிக்க ஆரம்பிச்சார். എന്തുകൊണ്ടാണ് ഒരു അപ്പോസ്തലനെ വാളുകൊണ്ട് കൊന്ന് അടുത്ത വ്യക്തിയെ തടവറയിലേക്ക് കയറ്റിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? எதுக்காக ஒரு அப்போஸ்தலனை வாளினால கொலை செய்யப்பட்டு இன்னொருத்தரை கொலை செய்யும்படி அவன் சிறைச்சாலையில் காக்கப்படும் போது எதுக்காக சபை ஜெபிக்க வேண்டும்? ഇതിന് വളരെ കാരണമുണ്ട്. இதுக்கு காரணம் இருக்கு. നിങ്ങൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം അധികാരം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, முதல் வசனத்தை சொல்லுகிறார். ആ കാലത്ത് அக்காலத்திலே ഹെരോദാവ് ஹெரோத ராஜா സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. சபையிலே சிலரை துன்பப்படுத்த தொடங்கினார். സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. சபையிலே சில பேரை துன்பப்படுத்த ஆரம்பிச்சார். ആമേൻ. അപ്പൊ ഹെരോദാവ് കൈ നീട്ടിയത് ആരെ തൊടാൻ വേണ്ടിയാ? ஹெரோத யாரை தொடும்படி கை நீட்டினார்? സഭയെ തൊടേണ്ടതിന് വേണ്ടി. சபையை தொடும்படியாக. ആമേൻ. സഭയെ അല്ല, சபை அல்ல, സഭയിൽ ചിലരെ തൊടേണ്ടതിന് വേണ്ടി. சபையில இருக்கிற சிலரை தொடும்படியாக. ആമേൻ. ഈ ചിലരെ തൊടുക എന്ന് പറയുമ്പോൾ சிலரை தொடுகிறதுன்னு சொல்லும்போது ആരെയാണ് ഇവൻ തൊട്ടത്? யாரை தொட்டு இருக்கிறார்? ആമേൻ. അപ്പോസ്തലന്മാരെ തൊട്ടത്. அப்போஸ்தலന്മാരെ தொட்டு இருக்கிறார். ആരാണ് അപ്പോസ്തലൻ? யார் அப்போஸ்தலர்? ആരാണ് പ്രവാചകൻ? யார் தீர்க்கதரிசி? ആരാണ് ഇടയൻ? யார் போதகர்? ആരാണ് അവൻ സുവിശേഷകൻ? யார் சுவிசேஷகர்? ആരാണ് ഉപദേഷ്ടാവ്? யார் போதிக்கிறவர்? ആമേൻ. ഇത് നിങ്ങൾ തിരിച്ചറിയണം. இது நீங்க நல்லா புரிந்து கொள்ள வேண்டும். ഒരു അപ്പോസ്തലനെ ആമേൻ ഒരുത്തൻ തൊട്ടാൽ, ஒரு அப்போஸ்தலனை ஒருவன் தொடும்போது, ഒരു പ്രവാചകനെ ഒരുവൻ തൊട്ടാൽ, ஒரு தீர்க்கதரிசி ஒருவன் தொடும்போது ദൈവം ചുമ്മാ ഇരിക്കത്തില്ല. தேவன் சும்மா இருக்க மாட்டார். ആമേൻ. ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. தேவனுடைய கிரியைகள் ஆரம்பிப்பார். നിങ്ങൾക്കറിയാമോ உங்களுக்கு தெரியுமா ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആരാണെന്ന്? ஒரு அப்போஸ்தலன் சொன்ன யாரு? ആമേൻ. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ஒரு மனுஷன் இப்படி சொன்னார். ആമേൻ, അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ அப்போஸ்தலன் சொன்னார், അപ്പോൾ സ്ഥലത്തുള്ള ആളാണ്. ஆமென், அந்த நேரத்திலே அங்க இருக்கிறவர். അപ്പോൾ സ്ഥലത്തുള്ള ആളല്ല അപ്പോസ്തലൻ. அப்போ அப்படி சொன்னதாரு அல்ல அப்போஸ்தலன். ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ஒரு ആരാന്നറിയാമോ? தீர்க்கதரிசின்னு சொன்ன யார் தெரியுமா? നിങ്ങളുടെ ഭാവി മാത്രം പറയുന്ന ആളാണോ? உங்களுடைய எதிர்காலத்தை അല്ല, குறித்து மாத்திரம் ദൈവത്തിന്റെ സന്ദേശം പറയുന്ന ആളാണ്. தேவனுடைய வார்த்தை சொல்லுகிறவர். ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം எபேசியருக்கு எழுதியிருக்க பத்திரிகை 4-ാം അധ്യായം 4-ம் அதிகாரம் അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുക. 1-2 വചനങ്ങൾ. എഫേസിയർ 4-ം அதிகாரம் 1-2 വചനങ്ങൾ. ഞാൻ ചില വചനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്, ஆமென், சில வசனங்களை சொல்லி உங்களுக்கு ஊழியம் செய்கிறது. ഇന്ന് രാത്രി ഇതിനകത്ത് ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമെന്നുള്ളത് இதுக்குள்ள தேவனுடைய கிரியைகள் வெளிப்படும். അപ്പോസ്തലരുടെ പുസ്തകം എഫെസ്യർക്ക് എഴുതിയ ലേഖനം எபேசியருக்கு எழுதியிருக்க பத்திரிகை 4-ാം അധ്യായം 4-ம் அதிகாரம் അതിന്റെ 11-ാം വാക്യം വായിക്കുക. 11-ம் வசனம். எபேசியர் 4-ம் அதிகாரம் 11-ம் வசனம். மேலும் நாம் அனைவரும் தேவனுடைய குமாரனை பற்றும் விசுவாசத்திலும் அறிவிலும் ஒருமனப்பட்டவர்களாய் கிறிஸ்துவினுடைய நிறைவான வளர்ச்சியின் அளவுக்கு பூரணமாய் புருஷராக்க வேண்டும். 11-ാം വാക്യം ഇതിനകത്ത് ഇങ്ങനെയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും അവൻ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 13-ാം വചനം. തമിഴിലെ 13. തമിഴിൽ 13-ആണ്, മലയാളത്തിൽ 11-ആണ്. 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 13 എഫേസിയർ 4:13 சொல்லுகிறது. അവർ ചിലരെ അവൻ സഭയിലെ അപ്പോസ്തലന്മാരായും ആമേൻ സ്തോത്രം പ്രവാചകന്മാരായും தீர்க்கதரிசிகளாக ഇടയന്മാരായും ஆமென் ஊழியக்காரர்களாக സുവിശേഷകന്മാരാக ഉപദേഷ്ടാക്കന്മാരായും போதிக்கிறவர்களாக നിയമിച്ചിരിക്കുന്നു. ஆமென். ஆண்டவர் ஏற்படுத்தினார். അപ്പോസ്തലൻ ആരാണ്? அப்போஸ்தலன் யார்? ഒരു പ്രവാചകൻ ആരാണ്? தீர்க்கதரிசி யார்? ദൈവം നിയമിച്ചവരാണ്. தேவனால் ஏற்படுத்தப்பட்டவர். ഇതിനകത്തുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, இந்த இடத்துல இருக்கிற ஜனங்களுக்கு சொல்லுகிறேன், ദൈവം നിയമിച്ചവരാണ് ഒരു അപ്പോസ്തലൻ. தேவனால் ஏற்படுத்தப்பட்டவர்
ഏർപ്പെടുന്നവരെ അപ്പോസ്തലൻ. ആമേൻ. സ്തോത്രം. മനുഷ്യരാൽ നിയമിക്കപ്പെടുന്നവനല്ല അപ്പോസ്തലൻ. മനുഷ്യരാൽ ഏർപ്പെടുത്തുവനാണ് അല്ല അപ്പോസ്തലൻ. ആമേൻ. മനുഷ്യന് വേണ്ടി നിൽക്കുന്നവനുമല്ല അപ്പോസ്തലൻ. മനുഷ്യർക്കാக நிக்கிறவனல்ல அப்போஸ்தலன். ആമേൻ. ദൈവത്താൽ നിയമിക്കപ്പെട്ട, தேவனால் ஏற்படுத்தப்படுகிற, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് അപ്പോസ്തലൻ. தேவனுக்காக நிக்கிறவன் அப்போஸ்தலன். ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് പ്രവാചകൻ. தேவனுக்காக நிக்கிறவனே தீர்க்கதரிசி. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത, இப்ப இருக்கிற காலகட்டம், ആമേൻ, അപ്പോസ്തലൻ ആരാണെന്ന് അറിയത്തില്ല, அப்போஸ்தலன் யாரும் தெரியல, പ്രവാചകൻ ആരാണെന്ന് അറിയത്തില്ല, தீர்க்கதரிசி யாரும் தெரியல, ഇടയൻ ആരെന്ന് അറിയത്തില്ല. ஆமென், மேய்ப்பர் யாரும் தெரியல. മലയാളത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ஆமென், மலையாளத்தில் இப்படி വാൾ சொல்லுவாங்க, എടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടൻ. ஸ்தோத்திரம், கத்தி எடுத்தவன் இல்ல, ஆமென், துள்ளுகிறவன் இல்ல. അതുകൊണ്ട് ഇന്ന് എല്ലാവരും പാസ്റ്റർമാരാണ്, எல்லாரும் ஊழியக்காரங்க, ഇന്ന് എല്ലാവരും പ്രവാചകന്മാരാണ്, எல்லாரும் தீர்க்கதரிசிகள், ഇന്ന് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണ്. எல்லாரும் போதிக்கிறவர்கள். അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. அப்படி தேவனுடைய வசனம் சொல்லல. ഇത് ദൈവത്താൽ ആക്കപ്പെടുന്ന ദൈവത്തിന്റെ ഗവൺമെന്റിനകത്ത് ദൈവിക പരമാധികാരത്തിൽ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ അപ്പോസ്തലൻ. தேவனால் ஏற்படுத்துகிற, தேவனால் நிறுத்துகிறவர்கள் தான் தேவனுடைய அப்போஸ்தலர்கள். എല്ലാവർക്കും പ്രവാചകന്മാരാകാൻ പറ്റത്തില്ല, எல்லாருக்கும் தீர்க்கதரிசிகள் ஆக முடியாது, എല്ലാവരെയും പ്രവാചകന്മാരാക്കാൻ ആർക്കും പറ്റത്തില്ല, எல்லாவரையும் தீர்க்கதரிசிகள் ஆக்க முடியாது. എല്ലാവർക്കും പ്രവചിക്കാം, எல்லாருக்கும் தீர்க்கதரிசி, പക്ഷെ എല്ലാവരെയും പ്രവാചകന്മാരാക്കി ദൈവം മാറ്റുന്നില്ല. எல்லாவரையும் தீர்க்கதரிசிகளாய் மாற்றல. കാരണം വചനം പറയുന്നു, வசனம் சொல்லுகிறது, അന്ത്യകാലഘട്ടത്തിൽ கடைசி காலத்தில் സകല ജഡത്തിന്റെ മേലും எல்லா மாம்சமான ഞാൻ എന്റെ ആത്മാവിനെ പകരും, என்னுடைய ஆவியை ஊற்றுவேன், നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും உங்களுடைய குமாரரும் குமாரத்திகளும் പ്രവാചകനാകുമെന്നല്ല, தீர்க்கதரிசிகளாகும் என்று അവർ പ്രവചിക്കുമെന്ന പറഞ്ഞത്. தீர்க்கதரிசனம் ഉരയ്ക്കുവാൻ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, கொரிந்தியர் சொல்லுகிறார், നിങ്ങൾ എല്ലാവരും പ്രവചന വരം വാഞ്ചിക്കണം. நீங்கள் எல்லாரும் தீர்க்கதரிசன வரத்தை അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും പ്രവാചകനെന്നല്ല, அதனால நீங்கள் தீர்க்கதரிசிகள் என்றல்ல, നിങ്ങൾ പ്രവചന വരമുള്ളവരായിരിക്കണം, நீங்க தீர்க்கதரிசன வரமுள்ளவர்கள், നിങ്ങൾ പ്രവചനത്തിന്റെ അഭിഷേകമുള്ളവരായിരിക്കണം. தீர்க்கதரிசன அபிஷேகம் உள்ளவர். പക്ഷേ അപ്പോസ്തലൻ എന്ന ദൗത്യം, அப்போஸ்தலன் என்று சொல்லுகிறார், പ്രവാചകൻ എന്ന ദൗത്യം, அவன் தீர்க்கதரிசி என்று சொல்லுகிறார், ഇടയൻ എന്ന ദൗത്യം, அது அவன் சோத்திரம், ഉപദേഷ്ടാവ് എന്ന ദൗത്യം, அவன் ஊழியக்காரன், സുവിശേഷകൻ എന്ന ദൗത്യം, சுவிசேஷகன் என்று ഒരു അഞ്ചവിധ ശുശ്രൂഷകൾ அவன் இப்படிப்பட்டதான ദൈവം സഭയ്ക്കും നിയോഗിച്ചതാണ്. தேவனால் ஏற்படுத்தப்பட்ட നിയോഗമില്ലാത്തവൻ ഇത് കൈകാര്യം ചെയ്യാൻ കയറരുത്. ஏற்பாடு, அவன் ஆண்டவரால் ஏற்படுத்தப்படாத വിളിയില്ലാത്തവൻ ഇത് എടുക്കാൻ തയ്യാറാകരുത്. அழைப்பில்லாதவர் செய்யக்கூடாது. ദൈവസഭകൾ തകരുന്നതിന്റെ കാര്യം എന്താണ്? தேவனுடைய சபைகள் உடையப்பட ദൈവത്തിന്റെ സഭകൾ പിളരുന്നതിന്റെ കാര്യം എന്താണ്? சபைகள் உடையப்பட காரணம் വിളിയില്ലാത്തവൻ സഭ പണിയാൻ ആരംഭിക്കുന്നു. அழைப்பில்லாதவன் சபைக்கு வருகிறான். നിയോഗമില്ലാത്തവൻ സഭയെ പിളർത്താൻ തീരുമാനിക്കുന്നു. அவன் அழைப்பில்லாதவன் சபையை എന്നാൽ ഭാരത മണ്ണിനകത്ത് அவன் இந்த பாரதத்திலே അവൻ ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകം കൊണ്ട്, அவன் தேவன் ஊற்றப்பட்ட அபிஷேகம், ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന വിളി കൊണ്ട്, அவன் அவருடைய மேல ஊற்றப்பட்ட എന്റെ அபிஷேகம், മേലിട്ടിരിക്കുന്ന പ്രവാചക അപ്പോസ്തലിക അധികാരം കൊണ്ട് அவன் தீர்க்கதரிசி அப்போஸ்தല அபிஷேகம், പൈശാചിക മണ്ഡലങ്ങൾ ദൈവസഭയ്ക്ക് നേരിടുന്ന അവന്റെ പദ്ധതികളെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യും. அவன் தேவ சபைக்கு விரோதமா நிக்கிற அந்த பிசாசின் ஆவிகளை, கோட்டைகளை உடைக்கிறேன். ദൈവത്തിന്റെ ശുശ്രൂഷകളെ தேவனுடைய ஊழியங்களை ഒരു തമാശ കളിയാക്കി എടുക്കുന്ന ஒரு கேலிக்கூத்தாய் மாறுகிற ദൈവിക ശുശ്രൂഷകളെ தேவனுடைய ஊழியங்களை അതിന്റെ ഗൗരവത്തിൽ കാണാൻ കഴിയാതെ அது கவனம் கொடுக்காமல் ശുശ്രൂഷകളെ തകർക്കാൻ നോക്കുന്ന அவன் ஊழியத்தை பந்து പൈശാചിക മണ്ഡലങ്ങളെ பைசாசிக சக்திகளை ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് இவத்து ராத்திரி ഈ ബാംഗ്ലൂരിന്റെ പട്ടണത്തിനകത്ത് பெங்களூருடைய பட்டணம் ദൈവിക നിയോഗത്തെ தேவனுடைய ഞാൻ ஏற்பாடு ആത്മാവിൽ തകർക്കുകയാണ്. எல்லாவற்றையும் உடைக்கிறேன். ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ஆத்மாவில ஜெபம் பண்ணுங்க. ചൂടവരം ചലവും 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 ചലവട്ടെ. ഇവരെ ഭവിടവർ അന്തര രീകര ഇവർ കമന രഗജ ചില പാതാവറകൾ ഇന്ന് രാത്രി പൊളിയണം. ഇന്നേക്ക് രാത്രി ചില ചിരച്ചാലകൾ ആത്മമണ്ഡലത്തിൽ പിശാച് കെട്ടിപ്പൊക്കിയ പല തടവറകൾ ഇന്ന് രാത്രി പൊളിയണം. ആവിക്കുரிய മണ്ഡലത്തില് പിശാച് കെട്ടിരിക്കുന്ന ചിരച്ചാലകൾ ഉടയ വേണ്ടും. പൗലോസ് പറയുന്നു, പൗൽ ചൊല്ലുகிறார், നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മാംസരക്തങ്ങളോട്. ഒരു മനുഷ്യനോട് നമുക്ക് പോരാട്ടമില്ല. മനുഷ്യനോട് പോരാട്ടമില്ല. പക്ഷെ പൗലോസ് പറയുന്നു, പൗൽ ചൊല്ലുகிறார், നമുക്ക് പോരാട്ടമുണ്ട് നമുക്ക് യുദ്ധമുണ്ട്. വാഴ്ചകളോടും അവൻ അധികാരങ്ങളോടും അധികാരത്തോടെ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. മണ്ഡലത്തിലെ ക്രിയചര ദൈവസഭകൾക്ക് വിരോധമായിട്ട് സഭകൾക്ക് വിരോധമായി പൈശാചിക മണ്ഡലമുണ്ടാക്കുന്ന പിശാച് കൊണ്ടുവരിക അവന്റെ പദ്ധതികൾക്കെതിരെയാണ് എല്ലാ ഇന്ന് പദ്ധതികളും രാത്രി നമുക്ക് യുദ്ധമുള്ളത്.
രാത്രിയിലെ പോരാട്ടം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പൗൽ ചൊല്ലുகிறார், ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിലും മാംസത്തിലെ ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. ജഡപ്രകാരം പോരാടുന്നില്ല. മാംസത്തിലെ പോരാട്ടം. ഒരു മനുഷ്യനെ കുറ്റം പറയുന്നില്ല, ഒരുത്തരെ കുറ്റം ഒരു ചൊല്ലുகிறார், മനുഷ്യനെ അപവാദം പറയുന്നില്ല, അപവാദം ചൊല്ലല്, ഒരു ശുശ്രൂഷയും വിമർശിക്കുന്നില്ല. എന്റെ സഭയെ പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ചൊല്ലുகிறேன், അവൻ ജഡപ്രകാരം ഞങ്ങൾക്ക് പോരാട്ടമില്ലെങ്കിലും മാംസത്തിലെ പോരാട്ടം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല. ഞങ്ങളുടെ യുദ്ധത്തിന് ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കാത്തക്കവണ്ണം ദൈവസഭയിൽ ശക്തിയുണ്ട്. ദേവരുടെ ശക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് വിരോധമായി പൈശാചിക ശക്തികൾ കെട്ടിപ്പൊക്കുന്ന കോട്ടകളെ ഞങ്ങൾ ആത്മാവിൽ പൊളിക്കും. ദേവരുടെ സഭയ്ക്ക് വിരോധമായി പിശാച് കൊണ്ടുവരുന്ന കോട്ടകളെ യേശു നാമത്തിൽ ഉടയ്க்கிறேன். ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആവിയിലെ ചൊല്ലുகிறேன், ദൈവസഭകൾക്ക് വിരോധമായി സഭകൾക്ക് വിരോധமாக പിശാച് കെട്ടിപ്പൊക്കിയ പിശാച് കെട്ടിപ്പോയിരിക്കുന്ന സകല ഡ്യൂപ്ലിക്കേറ്റുകളെയും എല്ലാ ഡ്യൂപ്ലിക്കേറ്റും പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ പൊളിക്കും. പരിശുദ്ധ ആവിയാനവർ ഉടയ്க்கிறார். അവൻ ഒറിജിനൽ അഭിഷേകത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ശരിയാണ് അഭിഷേകത്തെ കൊണ്ടുവരും. ഒറിജിനൽ അപ്പോസ്തലന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പോസ്തലരെ വെളിയിലെ കൊണ്ടുവരും. ഒറിജിനൽ പ്രവാചകന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരും. ദീർഘദർശികളെ കൊണ്ടുവരുവാൻ ഇന്ന് രാത്രിയിൽ ഇന്നേക്ക് രാത്രിയിൽ പിശാച് തടവറകൾ കൊണ്ടാക്കി പിശാച് കാരാഗ്രഹത്തെ കൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന പൈശാചിക സ്പിരിറ്റുകളെ ജനങ്ങളെ കെട്ടിവച്ചിരിക്കുന്ന ഈ പിശാച് പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവ് പൊളിക്കുകയാണ്. കൂട്ടത്തിൽ ആണ്ടവർ ഉടയ്க்கிறார். ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പ്രവാചകൻ ആരാണ്? ദീർഘദർശി ആര്? അപ്പോസ്തലൻ ആരാണ്? അപ്പോസ്തലൻ ആര്? ഇടയൻ ആരാണ്? ആമേൻ. മേയ്പ്പൻ ആര്? അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. ദേവനാൽ ഏർപ്പെടുത്തപ്പെട്ട അങ്ങനെ ദൈവം നിയോഗിച്ച ഒരുവനെ ദേവനാൽ ഏർപ്പെടുത്തപ്പെട്ട ഒരുവനെ ഹേരോദാവ് കൈനീട്ടി കൊന്നു. ആമേൻ. ഹേരോദാവ് കൈനീട്ടി കൊണ്ടാൽ, പക്ഷെ അടുത്തവനെ പിടിച്ച് കൊല്ലാൻ തടവറയിലാക്കി. ഇന്നൊരുവനെ കൊല്ലുമ്പടി കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. പക്ഷെ നിയോഗമുള്ള സഭ തീരുമാനിച്ചു, ആണ്ടവരാൽ ഏർപ്പെടുത്തപ്പെട്ട സഭ ഇനിയും ഒരു അപ്പോസ്തലനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു അപ്പോസ്തലൻ മേലെ കൈ വെക്കണം. ഇനി ഒരു പ്രവാചകനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ദീർഘദർശിയെ കൊല ചെയ്യ വിട്ടുകൊടുക്കും. ഇനി സഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ ഹേരോദാവെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സഭയ്ക്ക് നേരെ വിരൽ ചൂണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്ക മാട്ടോം. അവൻ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ജനങ്ങളെ നോക്കി ചൊല്ലുகிறேன், ഇനിയും തകരാൻ വിട്ടുകൊടുക്കത്തില്ല. ഇനി നീങ്ക ഉടയ വിട്ടുകൊടുക്ക അവൻ മാട്ടോം. ഇനി ഉടയാൻ വിട്ടുകൊടുക്കത്തില്ല. ഇനി ഉടയ വിട്ടുകൊടുക്ക മാട്ടോം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ എന്റെ കൂടെയുണ്ട്? എത്ര പേര് ജപിക്ക കൂടെ ഇരിக்கிறீங்க? അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, அந்த விஷயத்துக்காக ஜெபிக்கணும். സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്കാக ജപിക്കണം. അവൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ജനങ്ങൾക്കാக ജപിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ എത്ര പേർ എരിവുള്ളവരുണ്ട്? എത്ര പേര് ആവിയിലെ ഒരു ഉണർവുള്ളവർ? സെക്കൻഡ് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ എല്ലാവരും ജപത്തിലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും கொஞ்ச നേരം ജപം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിലെ ജപം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിലെ ജപം. വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. വായുകളെ തുറന്ന് ശബ്ദം പുറത്തെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ആവിയാനവരെ ഏവുതലിൻപടി ജപം பண்ணுங்க. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. இந்த சபைக்காக ஜெபம் பண்ணுங்க. ഇവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ஊழியக்காரனுக்காக ஜெபம் ഇവിടുത്തെ பண்ணுங்க. അഭിഷേകത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ஊழியக்காரிக்காக ஜெபம் பண்ணுங்க. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. பிள்ளைகளுக்காக ஜெபம் ഈ பண்ணுங்க. സഭയുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. இருக்கிற ஜனங்களுக்காக ஜெபம் பண்ணுங்க. ഇവിടെ വരാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. வரப்போகிற ஜனங்களுக்காக ஜெபம் അവൻ பண்ணுங்க. യേശുവിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, இயேசுவின் ஜெபம் ഇവർക്ക് വേണ്ടി മാത്രമല്ല, இவருக்காக மாத்திரமல்ல, ഇവരുടെ വചനത്താൽ இவருடைய வார்த்தையினால் വിടുവിക്കപ്പെടുവാൻ ഉള്ളവർക്ക് വേണ്ടി விடுதலை ஆக்கப் போகிற പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. பிதாவே நான் ഈ ஜெபிக்கிறேன். സഭയിൽ കടന്നു വരാനുള്ളവർക്ക് വേണ്ടി, இந்த சபைக்கு வரப்போகிற രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് വേണ്ടി ரட்சிக்கப்படுவதற்காக ഇന്ന് രാത്രി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ஜெபம் பண்ணி ஆரம்பிச்சு പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യാട്ടെ. பிசாசோட யுத்தம் பண்ணி അവൻ ഈ ചന്താപുരയിലുള്ള ജനം യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്തെ കയറി വരട്ടെ. இந்த சந்தாபுர பட்டணத்தில் இருக்கிற ஜனங்கள் சபைக்குள்ள வரட்டும். പാപികൾ രക്ഷിക്കപ്പെടട്ടെ. பாவிகள் ரட்சிக்கப்படட்டும். രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികൾ സുഖമാകട്டும். പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ആമേൻ. ജനങ്ങൾ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സഭയിൽ അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങുക. വിശ്വാസമുള്ളവർ ജപം பண்ணுங்க. പ്രസംഗം കേൾക്കാൻ ഇരിക്കരുത്. நீங்க பிரசங்கம் கேட்கிறதுக்காக ഞാൻ இருக்கீங்க. പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്. நாங்க பிரசங்கம் பண்ணல. ഇതിനകത്ത് ചില അന്തരീക്ഷങ്ങൾ കർത്താവ് തുറക്കുകയാണ്. இதுவரைக்கும் இல்லாத ஆவிக்குரிய மண்டலத்தில் ஆண்டவர் திறக்கிறார். അല്പം ആവേശമൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും, அவன் கொஞ்சம் உற்சாகமா இருந்தாலும் ആമേൻ, ഇഷ്ടത്തിൽ ഞങ്ങളുടെ പ്രസംഗമല്ല ഇത്. ഞങ്ങളുടെ പ്രസംഗം അല്ല. ആമേൻ, ഈ സഭയുടെ മേൽ കർത്താവ് തുറക്കുന്ന ആത്മമണ്ഡലമാണ്. இந்த சபைக்காக திறக்க போகிற ജനങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபம் பண்ணுங்க. അന്യഭാഷകൾ
പ്രാർത്ഥിച്ചാട്ടെ. ഭാഷയിൽ ജപം பண்ணுங்க. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. சத்தமா ஜெபம் பண்ணுங்க. അവൻ പൗലോ പത്രോസിന് വേണ്ടി, பேதுருவுக்காக, പത്രോസിന് വേണ്ടി பேதுருவுக்காக സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. சபை ஊக்கமா ஜெபம் பண்ணி അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ஜெபம் பண்ணிக்கொண்டிருந்தபோது പെട്ടെന്ന് കർത്താവിന്റെ ദൂതനിറങ്ങി. திடீரென்று தூதன் வந்தார். പെട്ടെന്ന് കർത്താവിന്റെ ദൂതനിറങ്ങി. தூதன் இறங்கினார். ബാംഗ്ലൂർ പട്ടണത്തിൽ, அவன் ராத்திரியில ബാംഗ്ലൂർ പട്ടണത്തിൽ, பெங்களூர் பட்டணத்தில், അവൻ ചന്തപുരയിൽ ഈ സഭയുടെ മേൽ இந்த சபைக்கு மேல ദൈവത്തിന്റെ ദൂതൻ പെട്ടെന്നിറങ്ങുന്ന தேவனுடைய தூதன் ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ஒரு பிரார்த்தனைയുടെ அபிஷேகம் ഇതിനകത്ത് ഉയരട്ടെ. இது மேலே உறக்கட்டும். പ്രാർത്ഥിക്കുക, ஆமென். ஜெபம் பண்ணுங்க, പ്രാർത്ഥിക്കുക. நீங்க ஜெபம் பண்ணுங்க. லபரப துரகடக பர துரபரப அல்கன துரகடக ஜன ரபல்கம. ஜெபம் பண்ணுங்க, ஜெபம் பண்ணுங்க, ஜெபம் பண்ணுங்க. ലാരബ ദുരകടക ദുലരബ ഗസ്വലബ ഉടലരമനബ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തു വരണം. ഉங்களுடைய ஜெபத்தினுடைய சத்தம் வெளியில வரணும். സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന എത്ര യുവാക്കളുണ്ട്? ആമേൻ. ഇവിടെ കർത്താവിനെ ആരാധിക്കുന്നവർ കൈപൊക്കിയാട്ടെ. இந்த சபையில സൺഡേയിൽ ഞായറാഴ്ച இந்த ഈ സഭയിലെ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്നു. ஞாயிற்றுக்கிழமை வந்து ஆராதிக்கிற നന്നായി പൊക്ക്. கை உயர்த்துங்க. നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. நீங்க சபைக்காக ஜெபம் നിങ്ങൾ பண்ணணும். പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. நீங்க சபைக்கு ஜெபம் பண்ணணும். ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. நீங்க தான் இந்த சபைக்காக ஜெபிக்கணும். സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ சபைக்காக நீங்க ஜெபிக்கும்போது എന്താ സംഭവിക്കുന്നത്? என்ன நடக்கும்? ആമേൻ. നിങ്ങളുടെ അനുഗ്രഹമെല്ലാം உங்களுடைய ஆசீர்வாதம் இல்ல, ആമേൻ, സഭ മുഖാന്തരം വെളിപ്പെടുന്നത്. இங்க பாருங்களேன், சபை முகாந்திரம் வெளிப்பட ആമേൻ. போகுது. ക്രിസ്തു അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. அதுக்காக தான் வச்சிருக்கிறான். ആമേൻ. ബൈബിൾ പഠിപ്പിക്കുന്നത്, பைபிள் சொல்லுகிறது, ആമേൻ, സഭയിലൂടെയാണ് സകല ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേൽ பாருங்க, വരുന്നത്. சபை முகாந்திரம் தான் எல்லா ஆசீர்வாதம் வருகிறது. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? உங்களுக்கு புரியுதா? ഇച്ചിരി ശാന്തമായിട്ട് പറഞ്ഞു പാസ്റ്റർ, സ്പീഡ് കുറച്ച് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഈ ദൈവിക ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് தேவனுடைய ஆசீர்வாதம் என்று சொல்லுகிறது. ഞാനൊരു ദൈവദാസനാണ്. ஆமென். ஒரு ஊழியக்காரரா இருக்கேன். ആമേൻ. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു, இங்க பிரசங்கம் பண்ணும்போது ഞാൻ പ്രാർത്ഥിക്കുന്നു, ஜெபம் பண்ணுகிறோம். എന്നിലൂടെ കർത്താവ് പ്രവചിക്കുന്നു. ஆமென். ഇവரோட தீர்க்கதரிசனம் നിങ്ങൾ சொல்லுங்க. പ്രവചനം കേൾക്കുന്നു, நீங்க அந்த தீர்க்கதரிசனம் പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നു. ஜெபிக்கும்போது விடுதலை கிடைக்கும். ഇതെല്ലാം സന്തോഷമാണ്. இதெல்லாம் சந்தோஷம். ആമേൻ. ഞാൻ ഇന്ന് പ്രസംഗം കഴിഞ്ഞ് ஆமென். பிரசங்கத்தை முடிச்சு നാളെ ഞാൻ ഇവിടുന്ന് പോകും. நாளைக்கு இந்த இடத்துல പോകും. പിന്നെ നിങ്ങൾ എന്റെ പുറകെ വന്നിട്ട് കാര്യമില്ല. ஆமென். எங்க பின்னால வரக்கூடாது. നിങ്ങളുടെ അനുഗ്രഹം എല്ലാം കിടക്കുന്നത്, உங்களுடைய ஆசீர்வாதம் எல்லாம் നിങ്ങളായിരിക്കുന്ന സഭയിലൂടെയാണ് കർത്താവ് ചെയ്യുന്നത്. இந்த സഭയിல தான் இருக்கிறது. ആമേൻ. സഭ എന്ന ദർശനത്തെ നിങ്ങൾ തിരിച്ചറിയണം. நீங்க சபை என்ற அந்த தரிசனத்தை നിങ്ങളെ ഒരു സഭയ്ക്കകത്ത് ദൈവം ആക്കുന്നത് എന്തിനു വേണ്ടിയാണ്? உங்களை ஒரு சபையில கொண்டு வருகிறதுக்கு, അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കാനല്ല. ஆசீர்வாதத்துக்காக அங்கங்க சுத்துறதுக்காக அல்ல. ആമേൻ. ശുശ്രൂഷകൾ അനുഭവിക്കുന്നത് നല്ലതാണ്. ஆமென். ஊழியங்கள் அந்த கூட்டங்கள் அனுபவிக்கிறது நல்லதுதான். ആമേൻ. ഒരു ദൈവദാസന്റെ മേൽ കിടക്കുന്ന പ്രവചനത്തിന്റെ വരത്താൽ പ്രവചന ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ചെല്ലുന്നത് നല്ലതാണ്. ஆமென். ஒரு தீர்க்கதரிசியினுடைய அந்த வார்த்தை கேட்க போகிறது நல்லதுதான். ഒരു രോഗശാന്തി വരമുള്ള ദൈവദാസന്റെ കൈവെപ്പിലൂടെ ഒരു രോഗശാന്തി നിങ്ങളുടെ മേൽ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. சுகமளிக்கிற வரமுள்ள ஒருவருடைய கைவைப்பு உங்களுக்கு நல்லதுதான். വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. பைபிள் இப்படி சொல்லுகிறது. പക്ഷെ നിങ്ങളുടെ അനുഗ്രഹം എല്ലാം ഇരിക്കുന്നത്, ஆமென், ஆசீர்வாதம் இருப்பது നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നൽകിയ ദൈവദാസനിലൂടെ അല്ല. ஆமென். உங்களுக்காக கையை வச்சு ஜெபிக்கிற அந்த ஊழியக்காரன் மூலமா அல்ல. നിങ്ങളോട് പ്രവചിച്ച ഒരു പ്രവാചകന്റെ ആമേൻ സ്തോത്രം കൂടെയുള്ള യാത്രയിലല്ല. ஆமென். உங்களோடு கூட ஊழியம் செய்யற அந்த தீர்க்கதரிசியோடு கூட உள்ள பயணத்திலே அல்ல. എനിക്കറിയാം. ആമേൻ സ്തോത്രം. ഇതെല്ലാം നിങ്ങളെ എന്റെ കൂടെ കൊണ്ടുവരുന്ന പരിപാടിയല്ല ഈ പറയുന്നത്. ஆமென். இதெல்லாம் எங்களோடு கூட உங்களை அழைச்சு கொண்டு வருகிறது அல்ல. ആമേൻ. എന്റെ പോക്കറ്റിലേക്ക് ഇത് പ്രസംഗിച്ചാൽ ₹1 വരത്തുള്ളൂ എന്ന് എനിക്കറിയാം. ஆமென். இங்க பிரசங்கம் பண்ண ₹1 கூட வரதில்லைன்னு പക്ഷെ தெரியும். എനിക്ക് ഒരു കാര്യം അറിയാം. ஆனா ஒரு காரியம் தெரியும். സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. சத்தியம் நீங்க தெரிந்து கொள்ளும்போது உங்களுக்கு விடுதலை கிடைக்கும். പിശാചിന്റെ എപ്പോഴത്തെ പദ്ധതി എന്ന് അറിയാമോ? பிசாசினுடைய பிளான் என்ன தெரியுமா? നിങ്ങളെ സത്യം അറിയാതിരിക്കുക. நீங்க സത്യത്തെ தெரிந்து கொள்ள கூடாது. നിങ്ങൾ സത്യം അറിഞ്ഞാൽ நீங்க சத்தியம் தெரிந்து கொள்ளும். നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് അറിയാം. நீங்க விடுவிக்கப்படும். നിങ്ങൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ, நீங்க விடுதலையாக்கப்படும் போது, ആമേൻ, നിങ്ങൾ വിടുതലിന് വേണ്ടിയുള്ള நீங்க விடுதலுக்காக ഓട്ടം നിർത്തും. எங்கேயும் ഓടാது. ആമേൻ. ഇന്ന് പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. இன்னைக்கு அநேகர் ஓடிக்கொண்டிருக்கிறார்கள். എവിടെയാണ് വിടുതൽ കിട്ടുന്നത്? எங்க விடுதலை கிடைக்கும்? ആമേൻ. സ്തോത്രം. ആമേൻ. ആരാണ് ഓടുന്നത്? யாரு ஓடுகிறார்? ആമേൻ. സഭയ്ക്കകത്ത് വന്നവരാണ്. சபைக்குள்ள வந்தவர். യേശുവിനെ അറിയാത്തൊരു മനുഷ്യൻ, இயேசுவுக்கு தெரியாத ஒருத்தர், ആമേൻ സ്തോത്രം, എവിടെയാണ് വിടുതൽ എന്ന് ചോദിച്ചുകൊണ്ട് எங்க விடுதலை கிடைக்கும் என்று சொல்லி അങ്ങോട്ട് ഓടുന്നു, அங்க ஓடுகிறார், ഇങ്ങോട്ട് ഓടുന്നു, இங்க ஓடுகிறார், അത് ചെയ്യുന്നു, அது செய்கிறார், ഇത് ചെയ്യുന്നു. இது செய்கிறார். അവസാനം முடி கடைசியில ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, அவனுக்கு முடிஞ்சது. യേശുവിന്റെ അടുക്കൽ
അടുക്കൽ വന്നാൽ യേശു கிட்ட வந்தால் അവൻ വിടുതലുണ്ട്, விடுதலை கிடைக்கும். അവൻ യേശുവിനെ അറിഞ്ഞു, യേശുവിന് தெரியும், പ്രാർത്ഥിച്ചു, ஜெபம் பண்ணினார், വിടുതൽ കിട്ടി, விடுதலை கிடைச்சு, അവൻ രക്ഷിക്കപ്പെട്ടു, அவன் ரட்சிக்கப்பட்டான். അവൻ ദൈവ സഭയ്ക്കകത്ത് വന്നു. அவன் சபைக்கு வந்தான். അവൻ സഭയ്ക്കകത്ത് വന്നാൽ சபைக்ககத்து உள்ள അവൻ ബ്ലെസ്ഡ് ആയി. அவன் ஆசீர்வாதம். ഇനി അവൻ അനുഗ്രഹത്തിന് വേണ്ടി இனி ஆசீர்வாதத்துக்காக അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയല്ല. அங்கே ஓடக்கூடாது. നിന്നെ നിർത്തിയ ഇടത്ത് உங்களை வச்சிருக்கிற இடத்துல നീ നിൽക്കുക എന്നുള്ളതാണ്. நீங்க உறுதியா நிக்கணும். അവൻ നിന്റെ അനുഗ്രഹം, உங்களுடைய ஆசீர்வாதம் അവൻ ആ സഭയ്ക്കകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. சபைக்கு உள்ள வச்சிருக்கிறார். അതുകൊണ്ടാണ് அதனால അവൻ സഭയിൽ அந்த சபையில അപ്പോസ്തലന്മാരെയും அப்போஸ்தலന്മാരെ, പ്രവാചകന്മാരെയും தீர்க்கதரிசிகளை, അവൻ ഇടയന്മാരെയും மேய்ப்பர்களை, ഉപദേഷ്ടാക്കന്മാരെയും അവൻ ബോധകരെ, സുവിശേഷകന്മാരെയും നിയമിച്ചിരിക്കുന്നത്. சுவிசேஷகர்களை ஏற்படுத்தினார். എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ எவ்வளவு பேருக்கு புரியுது? നിങ്ങൾക്ക് ഒത്തിരി സ്തോത്ര ഹല്ലേലൂയ ആത്മാവിൽ സന്തോഷിക്കേണ്ട ദൂതല്ലെന്ന് എനിക്കറിയാം. ஆவியில நிறைய சந்தோஷப்படுகிற ஒரு தூது அல்ல. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട ദൈവശബ്ദമാണ്. ஆனா இந்த சத்தியத்தை நீங்க தெரிந்து கொள்ள வேண்டும். ദൈവ സഭയ്ക്കകത്ത് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ, தேவனுடைய சபைக்குள்ள நீங்க உறுதியா நிக்கும்போது അവിടെ ആ ബ്ലെസ്സിംഗ് ഉണ്ടാകും. அந்த இடத்துல அந்த ஆசீர்வாதம் வரும். ദൈവ സഭയ്ക്കകത്ത് தேவனுடைய சபைக்குள்ள ദൈവം ഒരു ഇടയനെ വെച്ചിട്ടുണ്ടെങ്കിൽ, தேவன் ஒரு மேய்ப்பனை ஏற்படுத்தினார். നിങ്ങൾ ആ ഇടയനെ കീഴ്പ്പെട്ടിരിക്കണം. அந்த மேய்ப்பனுக்கு கீழ்ப்படியணும். അവിടെ ഒരു അപ്പോസ്തലനെ ദൈവം കൊണ്ടുവന്നാൽ, அந்த இடத்துல ஒரு தீர்க்கதரிசியை கொண்டு வந்தார். അപ്പോസ്തലിക ശുശ്രൂഷകൾ നിങ്ങൾ അനുഭവിക്കണം. அப்போஸ்தலന്മാരുടെ ஊழியத்தை നിങ്ങൾ അംഗീകരിക്കണം. ഷിജുപാസ് എന്തിനാണ് ഇവിടെ മീറ്റിംഗ് വെച്ചത്? ആമേൻ. ഷിജുപാസ് എதுக்காக கூட்டம் വെച്ച? അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. ആമേൻ. അവർക്ക് പ്രസംഗം தெரியாதതിനാലല്ല. ആമേൻ. അവർക്ക് ശുശ്രൂഷിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. അവർക്ക് ഊഴിയം ചെയ്യ தெரியாதതിനാല അழைക്കല അല്ല വിളിച്ചത്. അതുക്കാക അല്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം. ആന ഒരു കാര്യം தெரியும். ദൈവ സഭയ്ക്കകത്ത് ദേവന്റെ സഭയ്ക്കുള്ള അപ്പോസ്തലന്മാരുണ്ട്, അപ്പോസ്തലരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ദീർഘദർശികളുണ്ട്, ഇടയന്മാരുണ്ട്, മേയ്പ്പറുകൾ, സുവിശേഷകന്മാരുണ്ട്. സുവിശേഷകர்கள். ഈ ശുശ്രൂഷകൾ ദൈവസഭ അനുഭവിക്കണം. ഇത് ഊഴിയങ്ങളെല്ലാം സഭയ്ക്കുള്ള നടക്കണം. ആ ശുശ്രൂഷയെ അനുഭവിക്കുവാൻ ജനത്തെ അനുവദിക്കുന്നതാണ് ഇതുപോലുള്ള പ്രാർത്ഥനകൾ വെച്ച് ദൈവദാസന്മാരെ വിളിച്ച് ശുശ്രൂഷിപ്പിക്കുന്നത്. அந்த ஊழியங்களை അനുഭവിக்கிறதுக்காக தான் இப்படிப்பட்ட ஊழியக்காரர்களை கொண்டு வருகிறார். നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ പുറകെ പോകരുത്. நீங்க உங்களுக்கு ஊழியம் செய்யற ஊழியக்காரங்க பின்னால போக கூடாது. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരോട് பேசுறதுக்கு உங்களுக்கு சுதந்திரம் உண்டு. നിങ്ങൾക്ക് അവരോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരോട് ജപിച്ച് ആലോചന കേൾക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട്. ആമേൻ. അവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം. അവർ ജപിക്കുമ്പോൾ ദൈവയുടെ ശബ്ദം കേൾക്കണം. നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിടുതൽ സംഭവിക്കാം. അവർ ഉങ്ങൾക്കാக ജപിക്കുമ്പോൾ വിടുതൽ கிடைக்கும். ആമേൻ. എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. நிறைய பேர் கூப்பிடுவாங்க. ഞാൻ ഒരുപാട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. நிறைய பேருக்கு ஜெபம் பண்ணுவாங்க. പക്ഷേ ഞാൻ അവരോട് എല്ലാം പറയാറുണ്ട് ഒരു കാര്യമുണ്ട്. അവർക്കിട്ട് എല്ലാം சொல்லுகிறது. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. நான் உங்களுக்காக ஜெபம் பண்ணுவேன். ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാം. உங்களுக்காக ദീർഘദർശനം சொல்லுகிறேன். ഞാൻ പ്രവചിക്കുമ്പോൾ, நான் ദീർഘദർശനം പ്രാർത്ഥിക്കുമ്പോൾ, ஜெபம் பண்ணும்போது നിങ്ങൾക്ക് അനുഗ്രഹമായാൽ, உங்களுக்கு ஆசீர்வாதമാണ്. നിങ്ങൾക്ക് ഒരു നന്മ എനിക്ക് തരുന്നതിന് വിരോധമില്ല. உங்களுக்கு ഒരു കാണിക്ക കൊടുക്കാൻ തപ്പില്ല. ഇത് സഭയിൽ നിന്നുള്ള ഇടർച്ചയ്ക്ക് കാരണമാകരുത്. അത് സഭയിലെ ഉടയവ് ഉണ്ടാക്കുന്ന കാരണമായിരിക്കും. കാരണം നിങ്ങളുടെ അനുഗ്രഹം സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ஏனென்றால் உங்களுடைய ஆசீர்வாதம் சபையில் இருந்து പിശാചിന് നന്നായി അറിയാവുന്നതുകൊണ്ട്, പിശാചുக்கு നല്ല தெரியுதுனால പെന്തക്കോസ്ത് സഭകളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത് സഭകളെ പിശാച് ഉടയ്ക്കുകയാണ്. അതുകൊണ്ട് സഭയ്ക്കകത്തേക്ക് വരുവാൻ ഇന്ന് ആർക്കും ഇഷ്ടമല്ല. ആമേൻ. സഭയ്ക്ക് വരെ ആർക്കും ഇഷ്ടമില്ല. ആമേൻ. യേശുവിന് എല്ലാവർക്കും ഇഷ്ടമാണ്. യേശുവിന് ரொம்ப ഇഷ്ടം. അവർക്ക് യേശുമായിട്ടുള്ള ബന്ധം ഇഷ്ടമാണ്. യേശുവോടുള്ള ഐക്യം നല്ലത്. അവർക്കറിയാം പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ടെന്ന്. ജപിച്ച ആശീർവാദം கிடைக்கும். അവർക്ക് പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടെന്ന്. ജപിച്ച വിടുതൽ கிடைக்கும். അവർക്ക് ദൈവദാസന്മാരുമായി ബന്ധമുണ്ട്. ആമേൻ. ദേവന്റെ ഊഴിയക്കാരങ്ങളുടെ ബന്ധം, പ്രവാചകന്മാരുമായിട്ട് ബന്ധമുണ്ട്. ദീർഘദർശികളോട് ഐക്യം. പക്ഷെ സഭയ്ക്കകത്ത് അവർ വരുന്നില്ല. സഭയ്ക്ക് വരുന്നില്ല. സഭയ്ക്കകത്ത് പിശാച് കൊണ്ടിട്ടിരിക്കുന്ന പദ്ധതികൾ കാരണം അവർക്ക് ഇതിനകത്ത് വരാൻ താല്പര്യമില്ല. സഭയിലെ പിശാച് കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നയിനാല് സഭയ്ക്ക് വരെ ഇഷ്ടമില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ സഭയുടെ മേല്, ഇന്നേക്ക് രാത്രി സഭയില് പിശാച് വെച്ചിരിക്കുന്ന പദ്ധതികളെ നമ്മൾ ആത്മാവിൽ പൊളിക്കും. പിശാച് വെച്ചിരിക്കുന്ന കോട്ടകളെ ഉടയ്க்கிறோம். എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എவ்வளவு പേര് വിശ്വാസിக்கிறீங்க? അപ്പൊ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകളെ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിനാൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ് அந்த ஊழியம் என்னன்னு திரும்பிக் கொள்ள வேண்டும். എന്തിനാണ് കർത്താവ് ഈ ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്? എതുക്കാக இந்த ஊழியக்காரர்களை சபையில വെച്ചിരിக்கிறார். ആമേൻ. എഫെസ്യ ലേഖനത്തിൽ, എഫേസ്യ പത്രികയിൽ, സമയം കഴിഞ്ഞു എനിക്കറിയാം, സമയം മുടിഞ്ഞത്. ഒരു 10-15 മിനിറ്റ് കൂടെ പോയ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു 10-15 മിനിറ്റ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു 10 നിമിഷം കണ്ടിന്യൂ പண்றேன். 11-ാം വാക്യം മുതൽ വായിക്കുന്നു.
11 മുതൽ 11 അവർ ചിലരെ അപ്പോസ്തലന്മാര്, അവർ ചിലരെ ചിലരെ പ്രവാചകന്മാരായി, ചിലർ ദീർഘദർശികളായി, ചിലർ സുവിശേഷകന്മാരായി, ചിലർ സുവിശേഷകർ, ചിലർ ഇടയന്മാരായി, ചിലർ മേയ്പ്പറുകളായി, ഉപദേഷ്ടാക്കന്മാരും നിയമിച്ചിരിക്കുന്നു. ആമേൻ. ബോധകരാகவும் ഏർപ്പെടുത്തിനാർ. എന്തിനാണ് ദൈവം അത് നിയമിച്ചത്? എതുക്കാக ഏർപ്പെടുത്തിനാർ? മലയാളം ബൈബിൾ കയ്യിലുള്ളവരുണ്ടോ? മലയാളം ഉണ്ടോ? മലയാളം ബൈബിൾ കയ്യിലുള്ളവരുണ്ടോ? ഉണ്ട്. വായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് വായിക്കണം. ഓക്കെ. എന്തിനാണ് ദൈവം അത് നിയമിച്ചിരിക്കുന്നത്? എതുക്കാக தேவன் ஏற்படுத்தினார்? അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഗവനിங்க. അത് നാം എല്ലാവരും അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള ദേവനുടെ കുമാരനെ കുറിച്ച് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയിലും ദേവകുമാരനെ കുറിച്ചിരിക്ക അറിവിനാലും ഐക്യത്തിനാലും തികഞ്ഞ പുരുഷത്വവും ഉറുതിയാണ് നമ്പിക്കയും ക്രിസ്തുവിന്റെ സമ്പൂർണമായ അവർക്കുള്ള സമ്പൂർണമായിരിக்கிற പ്രായത്തിന്റെ അളവ് പ്രാപിക്കുക. அந்த வளர்ச்சிக்கு தக்கதாக. ഇനി നമുക്ക് പിന്നെ വായിക്കാം. ആമേൻ. വളരെ ശാന്തമായി ശ്രദ്ധിക്കുക. എനിക്ക് ഗൗനമായി കേളുங்க. എന്തിനാണ് ദൈവസഭയ്ക്കകത്ത് ദൈവം ഈ ശുശ്രൂഷകന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷകളെ ആക്കി വെച്ചിരിക്കുന്നത്? എതുക്കാக സഭയ്ക്കുള്ള இப்படிப்பட்டதான ஊழியக்காரர்களை ஏற்படுத்தினார்? ഒന്ന് പൗലോസ് പറയാണ്, முதல்ல பவுல் சொல்கிறார், നാം എല്ലാവരും விசுவாசத்தாலும் നമ്മൾ വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയാണ് ഒരു അപ്പോസ്തലനെ, ഒരു പ്രവാചകനെ, ഒരു ഇടയനെ, ഒരു സുവിശേഷകനെ ദൈവം സഭയ്ക്കകത്താക്കി വെച്ചു. നാമ വിശ്വാസത്തില് വളരുമ്പടിതാ അപ്പോസ്തലരെ, ദീർഘദർശിയെ, മേയ്പ്പരെ, സുവിശേഷകനെ സഭയിൽ ഏർപ്പെടുത്തുക. ഈ സഭയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സഭയിലെ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നു ചൊല്ലുമ്പോൾ, ഈ സഭ എന്ന് പറയുന്നത് പലതില്ല, ഒന്നേ ഉള്ളൂ. ആമേൻ. സഭ എന്ന് ചൊല്ലുക പലത് ഇല്ല, ഒന്നുതാ ഇരിക്കെ. എഫേസ്യ ലേഖനത്തിൽ, എഫേസ്യ പത്രികയിലെ 1-ാം അധ്യായം முதல் അധ്യായത്തിലെ 16-17 വാക്യങ്ങളാണ് തോന്നുന്നു. 16-17 ചൊല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്ന് ഇടത്തിൽ എപ്പടി ചൊല്ലുക? സകലത്തെ നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന, എല്ലാവற்றையும் നിറയ്ക്കുന്നവരുടെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ അവരുടെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭയ്ക്ക് കൊടുത്താൽ ആരെ കൊടുത്തിരിക്കുന്നു? യാരെ കൊടുത്താൽ? യേശുവിനെ കൊടുത്തിരിക്കുന്നു. യേശുവെ കൊടുത്താൽ അവൻ ശരീരമായ സഭ, ശരീരമായിരിക്കുന്ന സഭ. എല്ലാവരും പറഞ്ഞ ശരീരമാകുന്ന സഭ, ശരീരമായിരിക്കുന്ന സഭ. ശരീരമാകുന്ന സഭകളല്ല, അവൻ ശരീരമായിരിക്കുന്ന സഭകൾ എന്ന് சொல்லுங்க. ശരീരമാകുന്ന സഭ. എല്ലാവരും ചൊല്ലുക, ശരീരമായിരിക്കുന്ന സഭ. അവൻ സഭയെ ചേർക്കാൻ വേണ്ടിയാ കർത്താവ് വരുന്നത്. பாருங்க, സഭയെ சேர்த்துக்கொள்ளும்படியா ஆண்டவர். സഭകളെ ചേർക്കാനല്ല, സഭകളെ അല്ല, സഭയെ ചേർക്കാൻ വേണ്ടി വരിക. സഭയെ ചേർക്കൊള്ളുമ്പടിയാ. സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. സഭ എന്ന് ചൊല്ലുക കർത്തരുടെ ശരീരം. ആ ശരീരത്തിന്റെ അകത്താണ് ദൈവം അപ്പോസ്തലന്മാരെ വെച്ചിരിക്കുന്നത്. அந்த ശരീരத்துக்குள்ளது, அந்த സഭയ്ക്കുള്ളതാ അപ്പോസ്തലരെ വെച്ചിരിക്കുന്നത്. ആ സഭയ്ക്കകത്താണ് ദൈവം പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നത്. அந்த സഭയ്ക്കുള്ളതാ അപ്പോസ്തലരെ വെച്ചിരിക്കുന്നത്. ആ സഭയ്ക്കകത്താണ് ദൈവം ഇടയന്മാരെ, സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നത്. ബോധകர்களையும் മേയ്പ്പറുകളെയും ദീർഘദർശികളെയും അങ്ങ് വെച്ചിരിക്കുകയാണ്. ആ സഭയുടെ, அந்த സഭയ്ക്കുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്ന ആരാധന. ആമേൻ. அந்த ஐக்கியம் தான் அந்த சபையில நடக்கிற ஆராதனை. ആമേൻ. ഈ ശരീരമാകുന്ന സഭയുടെ, இந்த ശരീരமா இருக்க സഭை ഒരു ഫെലോഷിപ്പ് ആണ്, ಒಂದು ஐக்கியமா இருக்கு. നിങ്ങൾക്ക് പല ഇടങ്ങളിൽ കാണാൻ കഴിയുന്നത്. അനേക ഇടങ്ങളിൽ பார்க்க முடியும். എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എவ்வளவு പേർക്ക് പുരിയുന്നത്? ശരീരമാകുന്ന സഭയുടെ, ശരീരമായിരിക്കുന്ന സഭയിലെ കൂട്ടായ്മകൾ പലയിടങ്ങളിൽ നടക്കുന്നു. ഐക്യം പലയിടങ്ങളിൽ നടക്കും. ആ കൂട്ടായ്മയുടെ ശുശ്രൂഷകനാണ് ഷിജു പാസ്റ്റർ. ആമേൻ. அந்த ഐക്യത്തിനുடைய ഒരു ഊഴിയക്കാരൻ ഷിജു പാസ്റ്റർ. ആമേൻ. ഈ കൂട്ടായ്മയെ നമ്മൾ സഭകൾ എന്നാണ് വിളിക്കുന്നത്. இந்த ஐக்கியத்துக்கு நாம சபை என்று சொல்லுகிறோம். കാരണം ഈ കൂട്ടായ്മ അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. இந்த ஐக்கியம் என்று சொல்லுகிறது அவருடைய ശരീരത്തിനുடைய ഒരു ഭാഗം. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്നുള്ള ചിന്തയും നമുക്ക് വേണ്ട. அதுக்கு இவங்க மாத்திரம் தான் பரலோகத்துக்கு போகும். കർത്താവിന്റെ ശരീരമാകുന്ന സഭകൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. കർത്തരുടെ സഭ എങ്കെല്ലാം இருக்கிறதோ அவங்க எல்லாம் கர்த்தருடைய காகளத்திலே அவன் சத்தம் கேட்கும்போது எழும்புം. ആ ശരീരമാകുന്ന സഭയുടെ ഒരു കൂട്ടായ്മയാകുന്ന ഈ ബെഥെസ്ദ ചർച്ചിനകത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. அந்த
ஐக்கியத்துக்குள்ள கொண்டு வந்திருக்கிற இந்த பெதஸ்தா ஏஜி சபைக்குள்ள அவன் ஆசீர்வாதத்துக்காக ഇവിടെ ഒരു ഇടയനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയാണ്. இந்த இடத்துல ஒரு ஊழியக்காரனை அவன் மேய்ப்பனை ஏற்படுத்துறது நீங்க விசுவாசத்தில் വളരുമ്പോൾ ഈ ദിവസങ്ങളിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി ദൈവിക ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. இந்த ஊழியக்காரர்களையும் அப்போஸ்தலர் தீர்க்கதரிசிகளையும் கொண்டு வருகிறது உங்களுடைய விசுவாசம் വളരുம்படி. ഇന്ന് രാത്രി പാലക്കാട്ടിൽ നിന്ന് ഒരു അപ്പോസ്തലിക പ്രവാചക അഭിഷേകത്തിന്റെ നിറവിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പാലക്കാട്ടിലിருந்து அப்போஸ்தல தீர்க்கதரிசி இருக்கிற ஒரு அபிஷேகம் உள்ள அவன் இவரை கொண்டு வந்தது உங்களுடைய விசுவாசம் വളരുம்படி. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ உங்களுடைய விசுவாசம் பெருகும்போது விடுதலைகள் கிடைக்கும். ദൈവത്തിന്റെ വചനം പറയുന്നു. அதனால வசனம் சொல்லுகிறது സുവിശേഷം 16:17 പറയുന്നു. മാർക്ക് സുവിശേഷം 16:17 മാർക്കോസ് സുവിശേഷം 16:17 പറയുന്നു. മാർക്ക് 16:17 വിശ്വസിക്കുന്നവരോ വിശ്വാസമുള്ളവர்களോ വിശ്വാസമുള്ളവர்களോ ഈ അടയാളങ്ങൾ സംഭവിക്കും. இந்த அடையாளங்கள் நடக்கும். കേൾക്കുന്നുണ്ടോ? நீங்கள் വിശ്വസിക്കുന്നവരാണെങ്കിൽ உங்களுக்கு விசுவாசம் இருந்தால் പാലക്കാടിൽ നിന്ന് സന്തോഷവാസിയോടെയല്ല പാലക്കാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സന്തോഷമായി വിശ്വസിക്കുന്ന നിങ്ങളാ വിശ്വാസമുള്ള ഉങ്ങളാ വിശ്വസിക്കുന്ന നിങ്ങളാ വിശ്വാസമുള്ള ഉങ്ങളാ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ നടക്കും. അടയാളങ്ങൾ സംഭവിക്കും. അടയാളങ്ങൾ നടക്കും. രോഗികളുടെ കൈവച്ച സൗഖ്യമുണ്ടാകും. രോഗികളുടെ കൈവച്ച സൗഖ്യമുണ്ടാകും. ഇത് കേട്ടുകൂടെ உங்களுக்கு ഒരു സന്തോഷം ഇല്ല? നിങ്ങൾക്ക് ഒരു നല്ല സന്തോഷം ഞാൻ உங்களுக்கு കാണുന്നില്ല. സന്തോഷമില്ല. നമുക്ക് ഇഷ്ടം എന്താ? ആമേൻ. നമ്മുടെ ഇഷ്ടം എന്നാ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുക. പാസ്റ്റർ நீங்க எனக்காக தீர்க்கதரிசனம் പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. தீர்க்கதரிசனம் சொல்லுங்க. നിന്റെ കാശ് മേടിച്ചോണ്ട് പോകുന്നുള്ളൂ. ആമേൻ. കാശ് വാങ്ങി പോകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കാശ് പോക്കറ്റിൽ ഇരിക്കട്ടെ. ആമേൻ. ഉങ്ങളുടെ കാശ് ജോബിൽ ഇരിക്കട്ടെ. നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം പെരുകട്ടെ. നീ പുറത്തിറങ്ങി രോഗികളെ സൗഖ്യമാക്കുക. നീ പോയി വ്യാധിയുള്ളവരെ സുഖമാക്ക്. നീ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുക. പിശാചിനെ കട്ടപ്പെട്ട നീ വിടുതല. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക. നീ മരിച്ചവരെ എഴുപ്പ്. കൂട്ടായ്മ വർദ്ധിക്കും. അവൻ ഐക്യം പെരുകും. സഭ പെരുകാൻ തുടങ്ങും. സഭ പെരുകും. അവൻ ദൈവസഭ എണ്ണത്തിൽ പെരുകാൻ തുടങ്ങും. സഭ എണ്ണത്തിൽ പെരുകും. അവൻ നിങ്ങളെ കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം വിളിച്ചത്. കൈയടിക്കുന്നതുക്കാக മാത്രമല്ല. നിങ്ങളെ സ്വപ്രകാഴ്ച ഇടാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്. ആമേൻ. നിങ്ങൾ ആശീർവാദം മാത്രമല്ല. നിങ്ങളെ വിശ്വാസമുള്ളവരായി പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ വിശ്വാസമുള്ള വെളിയിൽ കൊണ്ടുവന്ന് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കണം. ഉங்கள் മൂലമായ അത്ഭുതം നടക്കും. ഈ സഭയുള്ള ദൈവമക്കളോട് ഞാൻ പറയാം. இந்த சபையில வருகிற ஜனங்கள் ആമേൻ. ഈ സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന നിങ്ങളിലൂടെയാണ്. ആമേൻ. അത്ഭുതങ്ങൾ ഉങ്ക മൂലമാ നടക്കും. നിങ്ങളുടെ വീടിനകത്ത് ഒരു രോഗിയുണ്ടെങ്കിൽ ഉങ്ക വീട്ടിലെ ഒരു വ്യാധിയുള്ളവരുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കൈവെക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ കൈവയ്ക്കുക. അവർ സൗഖ്യമുള്ളവരായി മാറും. അവൻ സൗഖ്യപ്പെടും. അവൻ അവിശ്വാസിയാണെങ്കിൽ അവൻ അവിശ്വാസമുള്ള അടുത്ത ഞായറാഴ്ച അവനോട് പറയണം ചർച്ചിൽ വരാൻ. അവൻ അടുത്ത ഞായറാഴ്ച അവൻ കിட்ட சொல்லணும். നീ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയതുകൊണ്ട് അവൻ ഞാൻ ജപിച്ച് സൗഖ്യം കിടച്ചതിനാൽ അവൻ വരില്ല എന്ന് പറയത്തില്ല. അവൻ വരമാട്ടേன்னு சொல்ல மாட்டான். നിന്റെ കൂടെ അവൻ വന്നിരിക്കും. ഉങ്ക കൂടെ വരുവാർ. ദൈവരാജ്യം വിസ്തൃതപ്പെടും. ദേവനുടെ രാജ്യം വിശാലപ്പെടും. സഭ വളരാൻ തുടങ്ങും. സഭ വളരും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. ദൈവന്റെ മഹിമ വെളിപ്പെടും. ഇതിനാണ് ദൈവം നിങ്ങളെ കൂട്ടായ്മയ്ക്കകത്താക്കി വെച്ചിരിക്കുന്നത്. ആണ്ടവർ ഐക്യത്തിൽ കൊണ്ടുവന്നാർ. ചിലർ ചിന്തിക്കുന്നത് உங்களை ചിലർ நினைக்கிறார் ഇവിടെ കൊണ്ടുവന്ന இங்க கொண்டு வந்து കഴുകി ആമേൻ ഇങ്ങ കഴുകി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ அப்படியே பரலோகத்துக்கு கொண்டு போவார். ആമേൻ. സ്വർഗ്ഗത്തിൽ പോകാൻ പരലോകத்துக்கு പോക ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു കാര്യം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. യേശുവെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഹൃദയത്തിൽ യേശുവെ ഏറ്റുകൊള്ള வேண்டும். ആമേൻ. സ്തോത്രം. ഏക മനുഷ്യനാൽ പാപവും ഒരുവനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലും വന്നു. എല്ലാ മനുഷ്യർക്കും. എന്നാൽ സകല മനുഷ്യരിലും വന്ന പാപത്തെ എല്ലാ മനുഷ്യർക്കും വന്ന പാപത്തിനാൽ പാപം നിമിത്തം വന്ന മരണത്തെ പാപനിമിത്തமாக വന്ന പാപം ഏക മനുഷ്യന്റെ മരണത്താൽ അത് നീക്കിക്കളഞ്ഞു. അത് നീക്കി പോട്ടാൽ അതുകൊണ്ട് അതിനാല് ആ ഏക മനുഷ്യനായിരിക്കുന്ന യേശുവിനെ കർത്താവും രക്ഷകനുമായി அந்த മനുഷ്യൻ യേശുവിനെ രക്ഷകനാக ഹൃദയത്തിൽ വിശ്വസിക്കുന്നവൻ ഹൃദയത്തെ വിശ്വാസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ഉള്ളവർക്കുള്ള സ്ഥലമാണ് സ്വർഗം. അവൻ രക്ഷിക്കപ്പെട്ടു പോര ഇടന്താ സ്വർഗം. അവൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശുചിപ്പാസ് ഇവിടെ വന്ന് നിങ്ങളെ കഴുകി അവൻ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുന്ന പരിപാടിയല്ല സഭയ്ക്കകത്ത് നടക്കുന്നത്. നിങ്ങളെ വിശ്വാസമുള്ളവരാക്കി അവൻ നിങ്ങളിലൂടെ യേശുവിന്റെ പ്രവൃത്തി
ശക്തിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആമേൻ. ഉങ്ങളെ കഴുകി പരലോകத்துக்கு கொண்டு போவதற்காக அல்ல, உங்களை விசுவாசத்திலே வளர்த்து உங்களை உபயோகப்படுத்த வேண்டும். അതിന് നിങ്ങൾക്ക് വേണ്ടത്, அது உங்களுக்கு தேவை വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ വളര வேண்டும். എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരാൻ പറ്റുന്നത്? വിശ്വാസത്തിൽ വളരും. ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിൾ சொல்லுகிறது, വിശ്വാസം കേൾവിയാലും, വിശ്വാസം കേൾവിയിലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. കേൾവി വിശ്വാസം ആമേൻ വചനത്തിനാലും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആമേൻ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും. നിങ്ങൾക്കുള്ള വിശ്വാസം വരും. ഈ വിശ്വാസം നിങ്ങൾ വർദ്ധിച്ചാൽ, இந்த വിശ്വാസം പെരുകിനാൽ, നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാം. നിങ്ങൾ അത്ഭുതം നടക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. വിശ്വാസത്തിനാലെ അഗ്നിயின் ബലത്തെ കെടുത്തിനാർ. വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു. വിശ്വാസത്തിനാൽ സിംഹത്തിൻ വായ കെട്ടിനാർ. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിലൂടെ സഞ്ചരിച്ചു. അവൻ വിശ്വാസത്തിനാലെ അവൻ കടലിൽ നടക്കുന്നത് പോലെ ചെങ്കടലിൽ നടന്നു. വിശ്വാസത്താൽ അവർ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ ലഭിച്ചു. വിശ്വാസത്തിനാലെ മരിച്ചു പോണവരെ സ്ത്രീകൾക്ക് തിരുമ്പി കിടച്ചത്. അവൻ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. വിശ്വാസത്തിക്ക് ഭയങ്കര വല്ലമയുണ്ട്. നിന്റെ അകത്തെ വിശ്വാസം, ഉങ്ങൾക്കുള്ള വിശ്വാസം നിന്നെ അടച്ചിട്ടിരിക്കുന്ന സിംഹത്തിന്റെ വാ അടയ്ക്കും. ആമേൻ. സ്തോത്രം. ഉനക്കാக ഗർജിக்கிற அந்த സിംഹത്തിൻ വായ കട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നീങ്ക ഇരിക്കുന്ന സൂழ்நிலையில உங்க വിശ്വാസത്തിനാല ജയിക്കാൻ முடியும். പലർക്കും സ്തോത്രം വിശ്വാസി എന്ന പേരുണ്ട്. അനേകർക്ക് വിശ്വാസി എന്ന പേരിരിക്കും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ജയിക്കാൻ முடியல. അവർ ഓടി നടക്കുകയാണ്. അവർ അങ്ങേക്ക് ഓടുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഇന്നേക്ക് രാത്രി നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചാൽ, നിങ്ങളുടെ ഉള്ളത്തിലെ വിശ്വാസം അവൻ നിങ്ങളുടെ പ്രശ്നവും നിങ്ങളും മാത്രം നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ പ്രശ്നയും നീങ്ക നിൽക്കുമ്പോൾ, നിങ്ങൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുമ്പോൾ, അവൻ നിങ്ങൾ ഫോൺ എടുത്ത് അടിക്കുമ്പോൾ, അവൻ നിങ്ങളുടെ പാസ്റ്റർ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ലായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റർ ഫോൺ എടുക്ക മാട്ടാം. നിങ്ങൾ സ്നേഹിക്കുന്ന പല ദൈവദാസന്മാരെ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് തെരിഞ്ഞ ഊഴിയക്കാരങ്ങൾ കിടക്ക മാട്ടാം. നിങ്ങളുടെ മനസ്സപ്പോൾ അസ്വസ്ഥമാകും. ഉങ്ങളുടെ മനസ്സുകളെ പ്രശ്നം, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരെയും കിടക്കല. അവൻ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ആരും എനിക്കാக ജപിക്കല. ഇതുവരെ എന്റെ വീട്ടിൽ വന്ന പാസ്റ്റർ വീട്ടിൽ വരുന്നില്ല. ഇതുവരേക്കും വീട്ടിൽ വന്ന ഈ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് இந்த കാരണങ്ങളെല്ലാം ചൊല്ലി പിശാച് പലരെയും തെറ്റിച്ചു കളയും. പിശാച് അനേകരെ ദിശ തിരിപ്പുகிறார். ഇത്ര ദിവസം നീ രോഗിയായി കിടന്നിട്ട്, ഇവളോ നാളെ നീ വ്യാധിയായിരുന്ന നിന്റെ പാസ്റ്റർ ഇതുവരെ വീട്ടിൽ വന്നില്ലേ? പാസ്റ്റർ ഇതുവരേക്ക് വീട്ടിൽ വരലേ? എന്നെ പാസ്റ്റർ, അത് എന്നെ പാസ്റ്റർ. ആ പാസ്റ്റർ അങ്ങനെ തന്നെയാണ്. அந்த பாஸ்டர் அப்படிதான் இருக்கு. പക്ഷെ ഞങ്ങളുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ஆனா எங்க ஊழியக்காரன் ഞങ്ങളുടെ മൂക്കിൽ ഒഴിക്കുമ്പോഴേ വീട്ടിലേക്ക് വരും. ஆமென். ஸ்தோத்திரம். நாங்க கூப்பிடுறதுக்குள்ளே வரும். ഞങ്ങളുടെ പാസ്റ്റർക്ക് കൃപ കൂടുതൽ. ஆமென். அதனால எங்க பாஸ்டருக்கு 10 ரூபாய் ஜாதிகம். സ്തോത്രം. ഇത് പറഞ്ഞ് നിന്നെ തെറ്റിച്ചു കളയും. ஆமென். இப்படி பிசாசு திசை അവൻ திருப்பும். വിശ്വാസമുള്ളവൻ പറയണം, விசுவாசம் உள்ளவன் ஜெபிக்கணும். പോടാ പിശാചേ. போ பிசாசே. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്റർ വന്നാലും ഞങ്ങളുടെ പാസ്റ്റർ വന്നാലും വന്നില്ലെങ്കിലും വരലനാലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, എங்களுக்கு தெரியும். ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരാധിക്കുന്ന ദേവൻ യാരെന്ന് தெரியும். അവൻ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ശക്തിയുണ്ട്. நாங்க விசுவாசிக்கிற விசுவாசத்துக்கு வல்லமையுண்டு. ഞാൻ ആരുടെയും സപ്പോർട്ടിലല്ല ജീവിക്കുന്നത്, நான் யாருடைய உதவினால அல்ல, ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. விசுவாசத்தினால வாழ்கிறேன். എനിക്കറിയാം വിശ്വാസത്താൽ തീയുടെ ബലം കെടുമെന്ന്. ആമേൻ. വിശ്വാസത്തിനാല അഗ്നി ബലം കെട്ടുപോകും. എനിക്കറിയാം വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടയുമെന്ന്. ആമേൻ. വിശ്വാസത്താൽ സിംഹത്തിൻ വായ കെട്ടപ്പെടും. അതുകൊണ്ട് എന്റെ വീട്ടിലെ പ്രശ്നം കണ്ടിട്ട്, അതിനാൽ വീട്ടിലേക്ക് പ്രശ്നം അവൻ കയറി വന്ന് നീ അസ്വസ്ഥപ്പെടുത്തണ്ട. ആമേൻ. പിശാചേ നീ എന്നെ தொந்தரவு பண்ண. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നത്തെ നോക്കി, യേശുവിൻ നാമത്തിനാല அந்த பிரச்சனையை பார்த்து ഞങ്ങൾ കൽപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുക. ആമേൻ. സ്തോത്രം. നാങ്ക വായ തുറന്ന് കട്ടளையிடுவேன். നീ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ, നീ വിശ്വാസത്തിൽ ചൊല്ലുമ്പോൾ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിന്റെ കാലിന്റെ ചുവട്ടിൽ വരും. നീ ചൊല്ലുമ്പോൾ ഉൻ കാലുക്കീഴെ പ്രശ്നം വരും. അതിന്റെ കാരണം എന്തെന്നറിയാമോ? அதுக்கு காரணம் என்ன தெரியுமா? നിന്റെ പ്രശ്നക്കാരൻ നീയല്ല, உன் பிரச்சனைக்கு நீ அல்ல, നിന്റെ പ്രശ്നക്കാരൻ പിശാചാണ്. உன் பிரச்சனைக்கு காரணம் பிசாசு. അവൻ നീ ഒരു സത്യം അറിയണം. ஒரு சத்தியம் தெரிய வேண்டும். നിന്റെ പ്രശ്നക്കാരനായ പിശാചിനെ உனக்கு பிரச்சனை கொண்டு வர பிசாசு 2024 വർഷങ്ങൾക്ക് മുമ്പ് 2024 വർഷങ്ങൾ അവൻ കാൽവരിയിൽ തകർത്തിട്ട് സിലുവയിലെ തകർത്തു അവന്റെ സർവ്വ ആയുധവും പിടിച്ചു വാങ്ങിയിട്ട് ആയുധങ്ങളെല്ലാം പിടുങ്ങി യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവന്നിട്ട് യേശുവിൻ കാൽക്കൽ വെച്ച് അവന്റെ മുകളിൽ ജയത്തെ കൊണ്ടുവന്നവനാണ് എന്റെ കർത്താവ്. അവരുടെ മേലെ ജയമെടുത്തവർ കർത്തർ. നിന്റെ പ്രശ്നക്കാരൻ പിശാച്, ഉன்னுடைய பிரச்சனை பண்ணுகிற பிசாசு നിന്റെ തലക്കകത്തല്ല ഇപ്പോൾ ഇരിക്കുന്നത്, உன் தலைக்கல்ல, നിന്റെ കാലിന്റെ ചുവട്ടിൽ ദൈവം ഇട്ടു തന്നിരിക്കുകയാണ്. பிசாசு உன் காலுக்கு கீழே வச்சிருக்கிறார். അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, கர்த்தர் சொன்னார், പാമ്പുകളെയും തേളുകളെയും
തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഒരിക്കലും ഒന്നും ഒരു ദോഷം നിനക്ക് വരുത്തത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കൂ, അവർ മരിച്ചവരെ ഉയർപ്പിക്കൂ, അവർ രോഗികളെ സൗഖ്യമാക്കൂ. വിശ്വാസത്തിന്റെ വലിയ പകച്ചകൾ രാത്രി സംഭവിക്കുകയാണ്. രാത്രി സംഭവിക്കും. ഉന്നെ നമ്പി വന്നേ നാം വെട്ടി, ഉന്നെ നമ്പി വന്നേ നാം ദീപാലകജം ധീരകവൈടം, ഉമ്മை நம்பி வந்தே நான் வெக்கப்படல, உம்மையவென்னே கைவிடல. உன்னை நம்பி வந்தே நாம் வெக்கப்படல, உம்மையவென்னே கைவிடல. வரும் கையால் நான் கடந்து வந்தே இருமறி வாருங்கள் எனக்கு தந்தே, வரும் கையால் நான் கடந்து வந்தேன். எலோகியல் எலோகியல் எலோகி உம்மை துதிப்பே, எலோகியல் எலோகி உம்மை தோது ஓயே எல்லோயே 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 உம்மை துதிப்பே, எல்லோயே எல்லோயே എല്ലോയേ ഉമ്മ തുതിപ്പേ. നിന്നെ വിശ്വസിച്ച് ഞാൻ ലജ്ജിതനാകില്ല, നിന്റെ എന്നെ കൈവിടില്ല. അങ്ങേ വിശ്വസിച്ച് ഞാൻ ലജ്ജിതനാകില്ല, നിന്ദയ എന്നെ കൈവിടില്ല. വേറും കയ്യാൽ ഞാൻ കടന്നു വന്നേ, ഇരു കൂട്ടങ്ങൾ നീ എനിക്കു തന്നേ. വേറും കയ്യാൽ ഞാൻ കടന്നു വന്നേ, ഇരു കൂട്ടങ്ങൾ നീ എനിക്കു തന്നേ. എല്ലോഹിയൽ എല്ലോഹിയൽ എല്ലോഹി ഉമ്മൈ തുതിപ്പേ, എല്ലോഹിയൽ എല്ലോഹിവേൽ എല്ലോഹി ഉമ്മൈ തുതിപ്പേ. എല്ലോയേ 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 ഉമ്മൈ തുതിപ്പേ, എല്ലോയേ എല്ലോഹിവേൽ എല്ലോഹി ഉമ്മൈ തുതിപ്പേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയിൽ അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും വിശ്വാസത്തിൽ വളരുവാൻ. സഭയിലെ ദീർഘദർശികളെയും അപ്പോസ്തലர்களையும் ആമേൻ മേയ്പ്പറുകളെയും സുവിശേഷകരെയും വൈത്തത് നാം വിശ്വാസത്തിൽ വളരാ. ഇന്ന് രാത്രി വിശ്വാസത്തിൽ വളരെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്നേക്ക് രാത്രിയിലെ വിശ്വാസത്തിൽ വളരെ ആശപ്പെടുறீங்களா? ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം അനുവദിച്ചാൽ പിന്നീട് നമ്മൾ സംസാരിക്കും. ആമേൻ. മീതിயான കാര്യങ്ങളെ ആண்டവരുടെ ചിത്തമാണ് മറുപടി സന്ധിക്കും. എനിക്ക് വിശ്വാസത്തിൽ വളരണം. നീങ്ക വിശ്വാസത്തിൽ വളരവേ. എനിക്ക് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. വിശ്വാസത്തിൽ ശക്തിപ്പെടണം. യേശുവിന്റെ ശിഷ്യന്മാർ രണ്ട് കാര്യമാണ് യേശുവോട് പറഞ്ഞത്. രണ്ട് കാര്യം ശിഷ്യരുകളെ சொன்னார். ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആമേൻ. ജപം பண்ண കற்றுக் കൊടുക്കണം. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ഞങ്ങളുടെ വിശ്വാസം പെരുകട്ടെ. യേശു പലപ്പോഴും ശിഷ്യന്മാരോട് ചോദിച്ചൊരു കാര്യം, യേശു ശിഷ്യർക്കിட்ட കേട്ട, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? നിങ്ങളുടെ വിശ്വാസം എங்கே? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടുകുമണി അളവ് വിശ്വാസം, ഈ മലയോട് മാറിപ്പോക എന്ന് പറഞ്ഞത് മാറിപ്പോകും. இந்த മലയെ பார்த்து പോ എന്ന് சொன்னா പോകും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, உங்களுக்கு വിശ്വാസം இருந்தால் അത്ഭുതങ്ങളെ കാണാൻ പറ്റും. അത്ഭുതങ്ങളെ കാണാൻ முடியும். ഇന്ന് രാത്രി എനിക്ക് വിശ്വാസം വേണം. ആമേൻ. ഇന്നേക്ക് രാത്രി എനിക്ക് വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം പെരുകണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആശപ്പെടുறீங்க? അങ്ങനെയുള്ളവർ ഓടി മുമ്പോട്ട് വന്നാട്ടെ. அப்படிப்பட்டவங்க മുന്നാലെ വാங்க. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. உங்களுக்காக நாங்க ஜெபம் பண்ணுகிறோம். എന്റെ മേൽ ദൈവത്തിരിക്കുന്ന ദൈവിക അധികാരത്തിൽ, ആമേൻ, കർത്തർ കൊടുത്ത അധികാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, உங்களுக்காக ஜெபிக்கும்போது നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി വിശ്വാസം പെരുകും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോൾ, നിങ്ങൾ വിശ്വാസിച്ച് ആ വിശ്വാസത്താൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. அந்த വിശ്വാസത്തിനാல ചില അത്ഭുതം നടക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, உங்களுடைய விசுவாசம் பெருகினால் നിങ്ങളിൽ അത്ഭുതം സംഭവിച്ചിരിക്കും. உங்கள் மூலமா அற்புதம் நடக்கும். ஆமென். ஆமென். எஸ். അത്ഭുതമായ നാമമേ, അതിശയമായ
ജയമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ. എന്റെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ಕರ್ತನುடைய ಆವಿಯಾನ ಕರ್ತನ ಆತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിന്റെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. ನಿನ್ನ ನಂಬಿಕೆ ಹೆಚ್ಚಾಗುತ್ತದೆ. എന്റെ കർത്താവ് പറയുന്നു, ಕರ್ತನ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിന്റെ കാലിന്റെ മേൽ ഒരു വലിയ സൗഖ്യം കർത്താവ് നൽകാൻ, ನಿನ್ನ ಕಾಲಿನ ಮೇಲೆ ಗುಣವಾಗುವ ಶಕ್ತಿ, നിന്റെ ശരീരത്തിന്റെ അകത്ത് ഭയങ്കര വിടുതൽ സംഭവിക്കുകയാണ്. ನಿನ್ನ ശരീരದಲ್ಲಿ ಬಿಡುಗಡೆ. നീ വിശ്വസിക്കുമ്പോൾ, ನೀ ನಂಬುವಾಗ, നീ വിശ്വസിക്കുന്നത് പോലെ ನೀ ನಂಬುವ ರೀತಿಯಲ್ಲಿ നിനക്ക് ഭവിക്കും. ನಿನಗೆ ಸಂಭವಿಸುತ್ತದೆ. ഇന്ന് രാത്രി ആ വിശ്വാസത്തിന് ഒരു പകർച്ച, ಆ ನಂಬಿಕೆ ಒಂದು ಹೊಂದಾಣಿಕೆ ദൈവിക അധികാരത്തിൽ ഞാൻ നിന്റെ മേൽ കൈമാറി. ದೇವರ ಅಧಿಕಾರದಿಂದ ನಿಮಗೆ ಕೊಡ್ತೀನಿ. വിശ്വാസത്തിന്റെ വലിയ പകർച്ചകൾ, ಆಮೇಲೆ ವಿಶ್ವಾಸದ ಹೆಚ್ಚಿಸುವ, വിശ്വാസത്തിന്റെ വലിയ വരം ಆಮೇಲೆ ವಿಶ್ವಾಸ ವರ നിന്റെ മേൽ കർത്താവ് ഇടുകയാണ്. ನಿನ್ನ ಮೇಲೆ ದೇವರು ಕೊಡುತ್ತಾರೆ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸ್ವೀಕರಿಸಿ. ഒരു ഭയങ്കര ദൈവശക്തി മനുഷ്യന്റെ മേൽ ഇറങ്ങുകയാണ്. ಭಯಂಕರ ಶಕ್ತಿಯೇ ಬರ್ತಾ ಇದೆ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഭയങ്കര അധികാരമുള്ളതാകാൻ പോവുകയാണ്. ಆಮೇಲೆ ಇವರ ಮಾತು ಭಯಂಕರ ಅಧಿಕಾರವಿರುತ್ತದೆ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ಪರಿಶುದ್ಧಾವಿ ಆತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഇദ്ദേഹം നോക്കിയാൽ വിടുതൽ സംഭവിക്കും, ಈತನು ನೋಡಿದರೆ ಬಿಡುಗಡೆ ಆಗುತ್ತದೆ, ഇദ്ദേഹം തൊട്ടാൽ സൗഖ്യമുണ്ടാകും. ಈತನು ಮುಟ್ಟಿದರೆ ಗುಣ ಆಗುತ್ತದೆ. ഭയങ്കര വിശ്വാസമുള്ള മനുഷ്യനാക്കി ദൈവം ಆಮೇಲೆ ದೊಡ್ಡ ನಂಬಿಕೆಯುಳ್ಳ ഒരു ಮನುಷ್ಯನಾಗಿ ഭയങ്കര ദൈവശക്തി മനുഷ്യന്റെ മേൽ അടിക്കുന്നു. ಇವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ആ ಬರ್ತದೆ. ദൈവശക്തി സ്വീകരിക്കുക. ಆ ಶಕ್ತಿ ಸ್ವೀಕಾರ ಮಾಡಿ. Release the power in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Release, release, Yes. release. Yes. യേശുവിന്റെ നാമത്തിൽ യേശു ദൈവശക്തി നാമത്തിൽ. പകരുന്നു, Yes. പകരുന്നു, Yes. പകരുന്നു, Yes. പകരുന്നു, Receive. പകരുന്നു, Receive. പകരുന്നു, Receive. പകരുന്നു. ആ Receive. കാലുകൾ ദൈവശക്തി ಹೊಂದಿಕೊಳ್ಳಿ, ಹೊಂದಿಕೊಳ್ಳಿ. ആ കാലുകൾ ദൈവശക്തി പകരുന്നു. ಹೊಂದಿಕೊಳ್ಳಿ. Yes. Yes. Amen. ബ്രദറെ, സഹോദര, തമിഴാണോ? എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, തമിഴ് കൂട്ടത്തിന്റെ അകത്ത് തമിഴ് ജനങ്ങൾക്ക് മധ്യത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഒരു പെരിയ എളുപ്പത്തിൽ ദൈവം നിന്നെ ഒരു അഭിഷേകത്തെ നിറയ്ക്കുക. ദേവരുടെ അഭിഷേകത്തെ കൊണ്ടുവരുക. നിന്റെ കൈ കൊണ്ട് നിന്നെ കൈ നീ പലരെയും ഇതിനകത്ത് കൊണ്ടുവരും. അനേകരെ കൊണ്ടുവര പോകുക. നീ അനേകരെ ഇതിനകത്ത് കൊണ്ടുവരും. അനേകരെ കൊണ്ടുവര പോകുക. ആമേൻ. നിന്റെ കൈ കൊണ്ട് പല രോഗികൾ സൗഖ്യമാകും. ഉൻ കൈനാൽ അനേക വ്യാധികൾ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ? നീ വിശ്വാസം ഉണ്ട്. നിന്റെ കൈയെ കർത്താവ് രോഗശാന്തിയുടെ ഒരു അഭിഷേകത്തിൽ നിറയ്ക്കുകയാണ്. ആമേൻ. വ്യാധിസ്ഥരെ സുഖമാക്കുമ്പടി നീ മടിക്കണ്ട. നിന്റെ അടുക്കൽ വരുന്ന രോഗികളെ നീ പ്രാർത്ഥിച്ചോണം. ആമേൻ. വ്യാധിയുള്ളവർക്ക് ജപം പണ്ണേ. നിന്റെ കയ്യിൽ രോഗശാന്തിയുടെ അഭിഷേകം കർത്താവ് വിടുകയാണ്. വ്യാധികളെ സുഖമാക്കുന്ന അഭിഷേകം. ഇന്ന് രാത്രി നിന്റെ ലൈഫിനെ കർത്താവ് തിരിക്കാൻ പോകുകയാണ്. ആമേൻ. വാഴ്ക്കയെ തിരുപ്പ പോകുക. നീ വിചാരിച്ചാൽ പോലും നിനക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിയാൻ പറ്റത്തില്ല. നീ നനച്ചാൽ കൂടെ പഴയ വാഴ്ക്കയ്ക്ക് പോക മുടിയാതെ. നിന്നെ കർത്താവ് ഇന്ന് രാത്രി ഒരു പുതിയ അനുഭവത്തിലേക്ക് തിരിക്കുക, പുതിയ അനുഭവത്തിൽ കൊണ്ടുവരുക. സ്വീകരിക്കുക. പെറ്റുകോ.